Hi everybody, welcome to the online classes on digital signal processing. So ഇന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷൻ വീഡിയോ ആണ്. അപ്പോൾ ഈ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീനിയർ ഫേസ് റിയലൈസേഷൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. നമ്മൾ FIR സിസ്റ്റമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ FIR സിസ്റ്റത്തിൽ നമ്മൾ രണ്ട് തരത്തിലുള്ള റിയലൈസേഷൻസ് ഓൾറെഡി കണ്ടു കഴിഞ്ഞു. That was direct form realization and cascade form realization. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ഫോം റിയലൈസേഷനും കാസ്കേഡ് റിയലൈസേഷൻ നമ്മൾ അതിൻ്റെ ഡയഗ്രംസ് വരച്ചു, അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രം നമ്മൾ ഓൾറെഡി വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായി ചെയ്യേണ്ടത് ലീനിയർ ഫേസ് റിയലൈസേഷൻ ഡയഗ്രം വരയ്ക്കണം. അതിന് മുന്നോടിയായിട്ട് കാസ്കേഡ് റിയലൈസേഷൻ്റെ E1 പാർട്ട് E1 n is E1 എന്നുള്ള ഒരു കണ്ടീഷനിൽ ഇപ്പോൾ ഇന്നലെ വരച്ച ഡയഗ്രത്തിൽ ഒരു ചെറിയ ഡിഫറൻസ് വരും. അത് മെൻഷൻ ചെയ്തുകൊണ്ട് നമ്മുടെ ക്ലാസ് തുടങ്ങാം. So let us move on to the class. സോ ഇവിടെ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാസ്കേഡ് ഞാൻ നിർത്തിയത് കാസ്കേഡ് റിയലൈസേഷൻ ആണ്. കാസ്കേഡ് റിയലൈസേഷനിൽ when n is odd, h of z is equal to sigma k equal to 0 to n minus 1 bk z raised to minus k, which is equal to product from I equal to 1 to capital N minus 1 by 2. So ഇവിടെ നമ്മൾ കണ്ടീഷൻ when n is odd എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടുന്നത് കണ്ടീഷൻ എന്ന് പറയുന്നത് ടോട്ടലി ടേംസ് ഓഡും ഈവണും കൂടെ ചേർത്താൽ we have value starting from pi I is equal to 0 to n minus 1. അപ്പോൾ ഇവിടെ പകുതിയായിട്ട് നമ്മളത് സ്പ്ലിറ്റ് ചെയ്യുന്നതുകൊണ്ട്, അത് ഓഡ് ഈവൺ ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ we have only half of the terms when combining both odd and even. സോ ഇവിടെ നമ്മൾ ഓഡ് മാത്രം കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇവിടെ പകുതി ടേംസ്, അതായത് k is equal to 0 to n minus 1 ഉള്ള പകുതി ടേം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. സോ അതുകൊണ്ട് we can take this from pi. The limit is I equal to 1 to capital N minus 1 by 2 C0I plus C1I z raised to minus 1, then C2I z raised to minus 2. So which is equal to the cascade or the product of H1 into H2 etc. H of n minus 1 divided by 2. ഇതിനെ നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോഡക്റ്റ് സാധാരണ സിഗ്മ എന്ന് പറയുന്ന സൈൻ ഉപയോഗിക്കുന്ന സമ്മേഷനാണ്. So which means the summation of this term. So here pi stands for the product of. So this is a product. So hence this is shown by the product here. So ഇതെല്ലാം second order terms ആണ്. C0I, C1I is raised to minus 1, C2I is raised to minus 2. So ഇവിടെ highest power എന്ന് പറയുന്നത് 2 ആയതുകൊണ്ട് അത് സെക്കൻഡ് ഓർഡർ ആണ്. അപ്പോൾ ഇത് ഡിനോമിനേറ്ററിൽ വന്നാലും Z എന്ന് പറയുന്നത് C2I എന്ന് പറഞ്ഞത് Z raised to minus 2 എന്ന് പറയുന്നത് that is becomes C2I divided by Z raised to 2. So which is again the power of 2. So the highest power is 2. Therefore we can call this polynomial as a second order equation, second order polynomial. അപ്പോൾ ഇനി നമ്മൾ അടുത്ത when n is equal to E1 എടുത്തു കഴിയുമ്പോൾ we can see that we have in addition to this we have a first order term. ഇവിടെ ഒരു ഫസ്റ്റ് ഓർഡർ ടേം കൂടെ നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ഇതേ ഇക്വേഷൻ തന്നെയാണ്, പ്ലസ് അഡീഷണൽ ഒരു മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫസ്റ്റ് ഓർഡർ ടേം കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. സോ let us write this. So when n is E1, capital N is E1, comma then n minus 1 will be odd. ഇവിടെ നമ്മൾ കഴിഞ്ഞ കേസിൽ when n is odd എടുത്ത സമയത്ത് when n is odd n minus 1 will be E1. ഇപ്പോൾ ഇവിടെ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ഓഡ് ടേം ആകുമ്പോൾ അതിൻ്റെ തൊട്ട് പ്രീവിയസ് വരുന്ന ടേം n minus 1 എന്ന് പറയുന്നത് E1 ആയിരിക്കും. സോ അത് എന്ന് പറയുന്ന പോലെ ഇവിടെ
ഇവിടെ when n is even, then the term which is just previous to that will be odd. So then n minus 1 will be odd, and so h of z will have one first order factor and n minus 2 divided by 2. ഇവിടെ നമ്മൾ തൊട്ട് പ്രീവിയസ് കേസ് എടുത്തപ്പോൾ ദാറ്റ് ഈസ് n minus 1 divided by 2 ആണ് എടുത്തത്. So since this is n minus 1 by 2 second order factor, the term just previous to this will be n minus 2 divided by 2. So n minus 2 divided by 2 second order factor. Hello Mishap. In this case, the cascade structure will have one first order section and n minus 2 divided by 2 second order sections. ഇപ്പോൾ ചെറിയൊരു മാറ്റമേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ വരച്ച സ്ട്രക്ചർ കാസ്കേഡ് സ്ട്രക്ചറുമായിട്ട് ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. സോ ഇൻ ദിസ് കേസ് the cascade structure will have one first order section and n minus 2 divided by 2 second order sections. Okay, so now we'll write the equation. When n is even, ഇപ്പോൾ പ്രീവിയസ് കേസ് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. നമ്മൾ പ്രീവിയസ് കേസിൽ ഇക്വേഷൻ എഴുതിയ സമയത്ത് when n is odd എന്നുള്ളത്, when n is odd we have h of z is equal to sigma k is equal to 0 to capital N minus 1 bk z raised to minus k, which is equal to product of product of I equal to 1 to n by n minus 1 by 2 c0i plus c1i z raised to minus 1 plus c2i z raised to minus 2, so which is equal to h1 into h2 etc. into h of n minus 1. ഇവിടെ ഒരു ഡോട്ട് വന്നിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് നോട്ട് h i, it is h1. okay, so h1 then into h2 etc. h of n minus 1 h n minus 1 divided by 2. so ഇവിടെ സിമിലർലി നമുക്ക് n ഈവൺ ആവുന്ന സമയത്ത് we can rewrite this equation and we can see what is the change here. So when n is even, we have h of z, so we will rewrite the same equation as shown earlier. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ നിങ്ങളെ കാണിച്ച ആ ഇക്വേഷൻ തന്നെ ഒന്നുകൂടെ എടുത്ത് എഴുതുക അപ്പുറത്ത്. h of z is equal to sigma k is equal to 0 to n minus 1 bk z raised to minus k. ഇതന്നെയാണ് ഇവിടെ പ്രീവിയസ് എഴുതിയത്. ദാറ്റ് ഈസ് h of z is equal to k is equal to sigma k is equal to 0 to n minus 1 bk z raised to minus k. ഇനി ഇവിടെയാണ് ചേഞ്ച് വരാൻ പോകുന്നത്. ഇനിയാണ് നമ്മുടെ ചേഞ്ച് ഉള്ളത്. അത് എന്താണെന്ന് നമ്മൾ നോട്ട് ചെയ്യാം. So is equal to c
0 1 C01 plus C11 z raised to minus 1 into pi, so which means the product of I from I is equal to 2 to n by 2 C0i plus C1i z raised to minus 1 plus C2i ഇവിടെ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ തൊട്ട് താഴെ എഴുതുകയാണ് പ്ലസ് C2i z raised to minus 2. ഈ ഇസഡും ടൂവും തമ്മിലുള്ള സിമ്പിൾ തിരിച്ചറിയാൻ പറ്റാത്ത ചിലപ്പം ഷേപ്പ് ഒന്ന് നോട്ട് ചെയ്യണം, നിങ്ങൾ ശ്രദ്ധിച്ചോണത്. ഇസഡും ടൂവും തമ്മിലുള്ള ഞാൻ എഴുതുമ്പോൾ ചിലപ്പോൾ അത് ടൂ എന്ന് എഴുതിയാൽ ഇസഡ് പോലെ അല്ലെങ്കിൽ ഇസഡ് ആയിട്ട് തോന്നാം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യലാന്ന്. ഇവിടെ ന്യൂമറേറ്ററിൽ ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കണം. അത് നിങ്ങൾ ഞാൻ എഴുതി പോകുമ്പോൾ അങ്ങനെ എഴുതി പോകുന്നുണ്ട്. 2 1. ഓക്കെ. So now which is equal to product h1 into h2. ഇവിടെ ഡോട്ട് ഇട്ടാലും ഒരു സംശയം വരും, ഇത് HI ആണോ, അത് h1 ആണ്. h1 കുറച്ച് നീങ്ങിയിടാം ഇൻറ്റു h2 എക്സെട്രാ h of h n by 2, capital N by 2. So which we will mark as equation number 7. So this is equation number 7. Now compare this equation number 7. So when n is even with the equation when n is odd. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന ചേഞ്ച് ഇത് മാത്രമാണ്. C01 പ്ലസ് C11 ഇസഡ് റേസ് ടു മൈനസ് 1. അപ്പോൾ ജസ്റ്റ് ആ സ്ലൈഡിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ദാറ്റ് ഈസ് വെൻ n is odd, ഇവിടെ ദാറ്റ് ഈസ് h of z is equal to I is equal to 1 to n minus 1 by 2. അപ്പോൾ ഇവിടെ ഈ ചേഞ്ച് ഇവിടെ നമ്മൾ ഈവൺ എടുക്കുന്ന കേസിൽ വന്നിരിക്കുന്നത് I is equal to 1 തൊട്ട് n minus 1 by 2 ആണെങ്കിൽ I equal to 1 കഴിഞ്ഞ് നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ഈവൺ ടേം ആയിരിക്കും. സോ ദർഫോർ വി ക്യാൻ ടേക്ക് I is equal to 2 to ഈ n minus 1 by 2 എന്നുള്ളതിൻ്റെ നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് n by 2 ആയിരിക്കും, ക്യാപിറ്റൽ N by 2 ആയിരിക്കും. സോ അവിടെയുള്ള ഡിഫറൻസ് നോട്ട് ചെയ്യുക. പിന്നെ വീണ്ടും ഇവിടെ ചേഞ്ച് ഒന്നുമില്ല. C0i പ്ലസ് C1i z raised to minus 1, C2i z raised to minus 2. ദെൻ ഇവിടെ വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഈ n minus 1 by 2 പകരം ഇത് സെക്കൻഡ് ലാസ്റ്റ് ടേം ആയിട്ടാണ് ഇത് കാണിച്ചിട്ടുള്ളത്. സോ വിച്ച് ഇസ് ഓഡ്. സോ ദ നെക്സ്റ്റ് ടേം വിൽ ബി E1 വിച്ച് ഇസ് hn by 2. ഇപ്പോൾ ഇവിടെയുള്ള ചേഞ്ച് നോട്ട് ചെയ്യുക. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഇവിടെ നമ്മൾ ഇക്വേഷനിൽ കാണുന്നുള്ളൂ. hn by 2. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന C01 പ്ലസ് C11 z raised to minus 1. ഇവിടെ ലിമിറ്റ് മാറിയിട്ട് I equal to 2 to n by 2 എന്നുള്ള ലിമിറ്റ് വന്നിട്ടുണ്ട്. ഇതാണ് ഇവിടെ വന്ന ചേഞ്ച്. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ വരച്ചിരിക്കുന്ന സ്ട്രക്ചറിൽ ഈ ഒരു പാർട്ട് കൂടെ നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യണം.
പിന്നെ ഈ ടേംസിൽ ഇവിടെ കാണാം, ഈ ഇക്വേഷനിൽ നമുക്ക് ഇവിടെ ഈ ഭാഗങ്ങളൊക്കെ ഇതെല്ലാം ഇങ്ങനെ തന്നെയാണ്, ഇവിടെ വ്യത്യാസമൊന്നുമില്ല. ഞാനത് ഇത് വരയ്ക്കേണ്ട, കാരണം ഇത് വരയ്ക്കണമെന്നില്ല, കാരണം ഇവിടെ ഈ ഒരു പാർട്ട് നമ്മൾ ഓൾറെഡി വരച്ചിട്ടുണ്ട്, റിയലൈസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഒരു ചെറിയ ഡിഫറൻസ് മാത്രം വരുന്നതുകൊണ്ട് ഞാനവിടെ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത് വരയ്ക്കാൻ കുഴപ്പമില്ല, അവിടെ നിങ്ങൾക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം. അപ്പോൾ അത് എക്സാമിനേഷനും അത് ആവശ്യമില്ല, നിങ്ങൾ ഇത്രയും വരച്ചാൽ തന്നെ ധാരാളം മതിയാവും. അപ്പോൾ ആ ഒരു സ്പെസിഫിക് കേസ് ഇവിടെ നമ്മൾ n is equal to n is even എന്നുള്ള കേസ് മാത്രം അവിടെ ഇക്വേഷനായിട്ട് എഴുതിയാൽ മതി. ഓക്കെ, സോ ഇവിടെ വന്നിരിക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഈ ബാക്കിയുള്ള എല്ലാം ശരിയാണെങ്കിലും അവിടെ ആ 2 അഡീഷണൽ ആയിട്ട് വന്ന ആ ഒരു ഫസ്റ്റ് ഓർഡർ ടേം കൂടെ അതിന് കണക്കാക്കിയിട്ടുള്ള ബ്ലോക്ക് ഇവിടെ വേണ്ടി വരും. ദാറ്റ് ഇസ് C01 പ്ലസ് C11 Z⁻1 എന്നുള്ള ടേം നമ്മൾ ഈ ഒരു പാർട്ടിൽ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആഡ് ചെയ്യുക. അതും കൂടെ പ്ലസ് സിമ്പൽ സമ്മേഷൻ ഉപയോഗിച്ച് ഇതിലേക്ക് ആഡ് ചെയ്താൽ നമുക്ക് ഫൈനൽ റിസൾട്ട് y of z കിട്ടും. ഓക്കെ, so then now continuing this the next section is linear phase realization. So this the third one we are going to discuss is about linear phase realization. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഡിസ്കസ് ചെയ്ത 3 എണ്ണം FIR സിസ്റ്റത്തിലെ 3 റിയലൈസേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. So the different types of structures for realizing FIR systems are direct form realization, number 1, number 2 cascade realization, and number 3 linear phase realization. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇന്നലെ കംപ്ലീറ്റ് ചെയ്തു, ഡയറക്റ്റ് ഫോം റിയലൈസേഷനും കാസ്കേഡ് ഫോം റിയലൈസേഷനും. ഇന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീനിയർ ഫേസ് റിയലൈസേഷനാണ്. So next is linear phase realization. So in FIR system for linear phase response, the impulse response should be symmetrical. ഇപ്പോൾ ഇവിടെ ലീനിയർ ഫേസ് റെസ്പോൺസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ഇമ്പൾസ് റെസ്പോൺസ് സിമെട്രിക്കൽ ആവണമെന്ന് പറയുന്നു. അപ്പോൾ സിമെട്രിക്കൽ ആകാനുള്ള ഒരു കണ്ടീഷനുണ്ട്. അപ്പോൾ നമ്മൾ സിഗ്നൽ HFK എന്ന് പറയുന്ന സിഗ്നൽ നമ്മൾ ഫോൾഡ് ചെയ്ത് കിട്ടുന്ന സിഗ്നലിൽ നിന്ന് അവിടെ ഡിലേ n ഷിഫ്റ്റ്, അത് ഷിഫ്റ്റ് n യൂണിറ്റ്സ് ഷിഫ്റ്റും കൂടെ ചെയ്ത് ക്യാപിറ്റൽ N യൂണിറ്റ്സ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ടൻ്റ് സാമ്പിൾസ്, അതായത് ഫോൾഡഡ് സാമ്പിൾസ് ആൻഡ് ഷിഫ്റ്റഡ് സാമ്പിൾസ് എന്ന് പറയുന്നത് ഒറിജിനൽ HFK സാമ്പിളുമായിട്ട് നോക്കുമ്പോൾ ഐഡൻറ്റിക്കൽ ആയിരിക്കണം, സിമിലറായി സെയിം ആയിരിക്കണം. അപ്പോൾ സോ ദ കണ്ടീഷൻ ഈസ് ഇൻ FIR സിസ്റ്റം, in FIR systems for linear phase response, the impulse response should be symmetrical the impulse response should be symmetrical. That is, which means that that is h of k is equal to h of capital N minus 1 minus k. So here h of minus k is the folded signal and h of n minus 1 minus k is the shifted and folded signal. So ഇവിടെ ഇത് സിമെട്രിക്കൽ ആണെങ്കിൽ, this is symmetrical, it should, the condition is that h of k should be equal to h of n minus 1 minus k.
സോ ഇവിടെ ഇമ്പൾസ് റെസ്പോൺസ് സിമെട്രിക്കലാണെന്ന് പറയാം. എച്ച് ഓഫ് കെ ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് എൻ മൈനസ് 1 മൈനസ് കെ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ഇമ്പൾസ് റെസ്പോൺസ് ഇസ് സിമെട്രിക്കൽ. നൗ ബൈ യൂസിങ് ദിസ് സിമെട്രി കണ്ടീഷൻ it's possible to reduce the number of multipliers which is required for realizing the FIR system. സോ ഇവിടെ റിയലൈസേഷൻ എന്ന് പറയുന്നത് FIR സിസ്റ്റം റിയലൈസേഷൻ നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് ഏറ്റവും എഫിഷ്യൻ്റ് ആക്കുക എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും എഫിഷ്യൻ്റ് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അവിടെ നമ്പർ ഓഫ് മൾട്ടിപ്ലയേഴ്സ് എന്ന് പറയുന്നത് കുറയ്ക്കാൻ കഴിയണം. സോ എത്രത്തോളം അത് കുറയ്ക്കാൻ കഴിയുമോ അത്രത്തോളം നമുക്ക് കുറയ്ക്കാൻ കഴിയണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ മൂന്നാമത്തെ ഈ ലീനിയർ ഫേസ് റിയലൈസേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിലേക്ക് നമ്മൾ വരാൻ കാര്യം. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ 2 സ്റ്റെപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ 2 സ്റ്റെപ്പുകളിൽ നമുക്കവിടെ മൾട്ടിപ്ലയേഴ്സിൻ്റെ എണ്ണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഓരോന്നുമായിട്ട് കമ്പയർ ചെയ്ത് ആദ്യത്തതും രണ്ടാമത്തതും ഫർദർ മൂന്നാമത്തതും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത് ഇവിടെ നമ്പർ ഓഫ് മൾട്ടിപ്ലയേഴ്സ് എന്ന് പറയുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്പർ ഓഫ് മൾട്ടിപ്ലയേഴ്സ് അവിടെ കുറച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഡിലേ കുറയുന്നുള്ളതാണ്. ഓക്കെ അതായത് നമ്മൾ അതിനകത്തുള്ള സിസ്റ്റം കൂടുതൽ എഫിഷ്യൻ്റ് ആവുന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സോ എത്രത്തോളം നമ്മൾ ഇവിടെ ബ്ലോക്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അവിടെ ഈ പറയുന്ന മെമ്മറി റിക്വയർമെൻറ്റ്സ് കുറയ്ക്കുക. ഇനീഷ്യൽ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ അവിടെ മെമ്മറി റിക്വയർമെൻറ്റ്സ് കുറയ്ക്കുക. അവിടെ പിന്നെ റെസ്പോൺസ് നമ്മൾ ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ടുകൾ റിയൽ ടൈം സിസ്റ്റമാണ്. ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം. അപ്പോൾ അത്തരത്തിൽ അത് കൂടുതൽ എഫിഷ്യൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ അത്രയും നമ്പർ ഓഫ് ബ്ലോക്സ് നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കണം. അതാണ് ഇതിനകത്തുള്ള ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സോ ഇവിടെ we can see that by using the symmetry condition it is possible to reduce the number of multipliers. So by using this symmetry condition it is possible to reduce the number of multipliers required for the realization സോറി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സ്ലൈഡ് പെട്ടെന്ന് ഡിലീറ്റ് ആയിപ്പോയി. ഞാനൊന്ന് വീണ്ടും എഴുതാം. ഇല്ല ഇവിടെ ഉണ്ട്, കൈതട്ടിപ്പോയതാണ്. ഇതിനകത്ത് ഈ ടച്ച് റെസ്പോൺസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആപ്പ് എന്ന് പറയുന്നത് അത്ര ഒരു യൂസർ ഫ്രണ്ട്ലി ഒന്നും അല്ല. ഏകദേശം നമുക്കിതൊരു ബോർഡിൻ്റെ ഒരു പർപ്പസാണ് എനിക്കിതിൽ നിന്ന് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഈ സ്റ്റൈലസ് പെന്ന് നിങ്ങൾക്കിത് കാണാൻ പറ്റും. ഈ സ്റ്റൈലസ് പെന്ന് ഉപയോഗിച്ച് എനിക്കിതിൽ എഴുതാൻ സാധിക്കുന്നുണ്ട്. ബോർഡിൽ എഴുതുന്ന പോലെ തന്നെ ഇത് എഴുതാൻ സാധിക്കുന്നുണ്ട്. ഇതിനകത്തൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മൈക്രോ കൺട്രോളർ എടുത്ത സമയത്ത് പവർ പോയിൻറ്റ് സ്ലൈഡുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതിൽ തന്നെയായിരുന്നു ഞാൻ ഈ ഒരു ആപ്പും കൂടെ ഉപയോഗിച്ചിരുന്നു ആ സമയത്ത്. അപ്പോൾ അതെല്ലാം സ്ലൈഡുകൾ നമ്മൾ വരുമ്പോൾ ഇതിനകത്ത് റിട്ടേൺ മാറ്റർ വരുന്ന സമയത്ത് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് തോന്നും. കാരണം ഇത് ഡെറിവേഷനാണ് നമ്മൾ കൂടുതൽ പ്രോബ്ലംസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഡെറിവേഷൻസും പ്രോബ്ലംസും ഒക്കെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എടുക്കുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത, അതായത് ഫാസ്റ്റായിട്ട് സ്ലൈഡ് പോകുന്നതുകൊണ്ട്
കാര്യം പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകാത്തൊരവസ്ഥ വരും. പ്രിൻ്റഡ് മാറ്റർ എടുത്ത് വെച്ചാലും അതിൽ ടൈപ്ഡ് സാധനമൊക്കെ എടുത്ത് പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞു പോവുകയാണെങ്കിൽ ഈ പറയുന്ന സ്റ്റെപ്സ് ഒന്നും ക്ലിയർ ആവത്തില്ല. അതായത് ഇതിനൊരു ബോർഡിൻ്റെ പർപ്പസാണ്. ഈ ഒരു ബോർഡിൻ്റെ ഒരു പർപ്പസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യത്തിൽ ഈ ആപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇച്ചിരി ഡിഫിക്കൽട്ട് ടാസ്ക്കാണ് ഇത് ഹാൻഡിൽ ചെയ്യാൻ, ഇച്ചിരി പ്രശ്നമുണ്ട്. കാരണം ഇതൊരു ഫ്രീ ആപ്പാണ്, ഫ്രീ സർവീസാണ്. നമ്മൾ നിലവിലിപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനത്തിൽ ഫ്രീ ആപ്സ്, അത് ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന, നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ക്ലാസ്സുകളും അതെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ഫ്രീ ആപ്സാണ്. ഇപ്പോൾ ഗൂഗിൾ ക്ലാസ് റൂം, ഗൂഗിൾ ഹാങ് ഔട്ട്സ്, പിന്നെ ഇപ്പോൾ ഞാൻ ഈ ഉപയോഗിക്കുന്ന ആപ്പ് ഇതെല്ലാം ഓംലെറ്റ് ആർക്കേഡ്, ഇതൊക്കെ തൽക്കാലം ഫ്രീ ആണ്. ഇപ്പോൾ എല്ലാം ട്രയൽ എന്ന് പറഞ്ഞുകൂടാ, അത് അതിൻ്റെ ഒരു ഫ്രീ ആയിട്ടുള്ള, അതിൻ്റെ ഫുൾ ഫ്ലെഡ്ജ്ഡ് വേർഷനൊക്കെ ആകുമ്പോൾ കുറച്ച് നല്ല പൈസ അതിന് പേ ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾക്ക് നമ്മുടെ പർപ്പസ് സെർവ് ചെയ്താൽ മതി. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് വളരെ കംഫർട്ടബിളാണ്. നിങ്ങളെ സംബന്ധിച്ചും നിങ്ങളിത് കംഫർട്ടബിൾ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫിക്കൽട്ടി ഉണ്ട്, നിങ്ങൾക്കത് എന്നോട് സൂചിപ്പിക്കാം. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് തരാം. കാരണം ഇത് ഈ കഴിഞ്ഞ മൈക്രോ കൺട്രോളർ ക്ലാസ്സും ഇതുമായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്താൽ മതി. മൈക്രോ കൺട്രോളർ ക്ലാസ് ഞാൻ ബ്ലോക്ക് ഡയഗ്രാംസും അങ്ങനെ ഒരുപാട് സ്ലൈഡ്സുകളായിരുന്നു. ആ സ്ലൈഡുകൾ ടൈപ്ഡായിരുന്നു, അതെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നതായതുകൊണ്ട് അത് പെട്ടെന്ന് പോയി കുറച്ച് ഫാസ്റ്റായിട്ട് തോന്നിയിരുന്നു സ്ലൈഡ്സ് മൂവ് ചെയ്യുന്നത്. പക്ഷേ അത്തരത്തിൽ ഇത് ഹാൻഡിൽ ചെയ്യാനും കഴിയില്ല. അങ്ങനെ ആ ഒരു മോഡലിൽ എടുക്കാൻ കഴിയില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതൊരു ഡിഫിക്കൽട്ടാവും, നിങ്ങൾ ഫോളോ ചെയ്യാതെ വരും. ഇത് ഞാൻ ഉറപ്പ് വരുത്തുന്നത് നിങ്ങൾ ക്ലാസ്സുകൾ ഈച്ച് ആൻഡ് എവറി സ്ലൈഡ്, അതുപോലെ ഡെറിവേഷൻസ് ക്ലിയറായി നിങ്ങൾ ഫോളോ ചെയ്യണം. നിങ്ങൾക്ക് എന്നാൽ മാത്രമേ പരീക്ഷയ്ക്ക് ഇത് മനസ്സിലാക്കി ഈ ഡെറിവേഷൻ ക്ലിയറായി മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് ഇതേപോലെ എഴുതി വയ്ക്കാൻ കഴിയുള്ളൂ, എക്സാമിന് ഇത് യൂസ്ഫുൾ ആവുള്ളൂ. അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ ഈ ഡിറൈവ് ചെയ്യുന്ന എല്ലാ സ്റ്റെപ്സും നിങ്ങളിത് വെറുതെ കണ്ടു തീർക്കുക എന്നുള്ളതിനേക്കാൾ കവിഞ്ഞ് നിങ്ങൾ പേപ്പറിലേക്ക് അല്ലെങ്കിൽ നോട്ട്ബുക്കിലേക്ക് ഇത് വർക്കൗട്ട് ചെയ്ത് നിങ്ങളും ഡിറൈവ് ചെയ്ത് പോവുക. എൻ്റെ ഒപ്പം തന്നെ നിങ്ങളത് എഴുതി പോവുക, ഡിറൈവ് ചെയ്ത് നോക്കുക, കമ്പയർ ചെയ്ത് നോക്കുക, പ്രീവിയസ് സ്റ്റെപ്സുമായിട്ട് ഒത്തു നോക്കി അങ്ങനെ മുന്നോട്ട് പോകേണ്ട എന്താണെന്നുള്ളത് നോക്കി അത് പതുക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. പഠിക്കുന്ന സമയത്തും പേപ്പറിലേക്ക് എഴുതിയത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ടോപ്പിക്സ് കഴിഞ്ഞു. ഇനി എനിക്ക് ലാസ്റ്റ് ഒരു ടോപ്പിക് കൂടെ ഡിസ്കസ് ചെയ്യാനുള്ളൂ. അപ്പോൾ അതും കൂടെ ഡിസ്കസ് ചെയ്താൽ പറയുന്നത്, ഞാൻ ഓൺലൈൻ എക്സാം ഞാൻ വെച്ചിട്ടുള്ളത് പർപ്പസ് എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ വേറെ നമുക്ക് പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഉള്ള വഴിയില്ല. കാരണം ഇതിനകത്തിപ്പോൾ ഓൺലൈൻ മോഡ് എക്സാം നടത്തുക എന്ന് പറയുന്നത് അതത്ര ഒരു ഫീസിബിൾ, അതായത് അത് എത്രത്തോളം എഫക്റ്റീവ് അല്ല സത്യത്തിൽ. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം നിങ്ങൾ പഠിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ മാത്രമാണ് ഞാൻ ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് നിങ്ങളുടെ ഇൻറ്റേർണൽ മാർക്കായിട്ട് ഞാനത് കണക്കാക്കി ആ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനാണ്. പക്ഷേ അവിടെ ഒരു മിസ്സാകുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ എക്സാം എഴുതേണ്ട ഡിസ്ക്രിപ്റ്റീവായിട്ടാണ്. അതായത് എസ് എ ക്വസ്റ്റ്യൻസും അതുപോലുള്ള ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസൊക്കെ എഴുതേണ്ടി വരും. അപ്പോൾ ആ ഒരു നോളജ് നിങ്ങൾക്ക് സത്യത്തിൽ മതിയാവാതെ വരും. ആ ഒരു നോളജ് കൊണ്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എഴുതുന്ന നോളജ് അല്ലല്ലോ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് എക്സാം എഴുതുമ്പോൾ വേണ്ട. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ഡിഫിക്കൽട്ടി വരാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഞാനൊരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം കൂടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതൊരു മോഡൽ എക്സാം എന്നാണ് ഞാൻ എത്തിയിട്ടിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് ഈ വാല്യുവേഷൻ എന്ന് പറയുന്നത് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. കാരണം ഇതെല്ലാം നിങ്ങൾ എനിക്ക് അയക്കാൻ പോകുന്നത് ഓൺലൈനായിട്ടാണ്. ഓൾറെഡി ഈ ഓൺലൈനായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്നൊരു പ്രോബ്ലം നമുക്ക് വരും. എനിക്ക് ശരിക്കും നന്നായിട്ടത് ഫീൽ ചെയ്യുന്നുണ്ട്. കുറേ ക്ലാസ് ഇങ്ങനെ എടുക്കുന്നതും മൊബൈൽ യൂസ്, ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. മൊബൈൽ നോക്കുന്നവർക്കും മൊബൈലിൽ എല്ലാവരും ഓൺലൈനാണ് കഴിയുന്നത് കുറേ പേര് നിൽക്കുന്നത്. അപ്പോൾ ഈ ഓൺലൈനിൽ ഒരുപാട് മണിക്കൂർ നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് കണ്ണുകൾക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം ബാധിക്കും. ഐ മസിൽസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഐറിസിൻ്റെ, അതുപോലെ നമ്മുടെ ഐറിസിൻ്റെ കൺസ്ട്രിക്ഷൻ, അതുപോലെ തന്നെ ഈ പറയുന്ന ലെൻസിൻ്റെ ഫോക്കസിങ് ഒക്കെ നടക്കുന്നത് സീലിയറി മസിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ മസിൽസാണ്, കണ്ണിൻ്റെ മസിൽ. ഇപ്പോൾ നമ്മളൊരു കയ്യിലെടുത്തിട്ട് കുറേ നേരം ഒരു വെയിറ്റ് എടുത്ത് ഇങ്ങനെ പൊക്കുകയും താത്തി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കൈ ക്ഷീണിക്കും, തളരും, കൈക്ക് ചെറിയൊരു വേദനയൊക്കെ ഫീൽ ചെയ്യും. അതുപോലെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മൊബൈൽ കാണുന്നവർക്കോ അല്ലെങ്കിൽ അങ്ങനെ ഡിജിറ്റൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ ബ്രൗസ് ചെയ്യുന്ന സമയത്തോ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, നിങ്ങളുടെ കണ്ണിൻ്റെ സീലിയറി മസിൽസ് എന്ന് പറയുന്നത് വീക്കാവും. അത് നിങ്ങൾക്ക് കണ്ണിനൊന്നെങ്കിൽ വേദന വരും,
അല്ലെ കണ്ണിന് ക്ഷീണം ബാധിക്കും, അല്ലെ ഉറക്കം വരുന്ന പോലെ നമുക്ക് തോന്നും. സത്യത്തിൽ എനിക്ക് തോന്നുന്നത് വെച്ചാൽ കണ്ണിന് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക മങ്ങിപ്പോകുന്നൊരു ബ്ലറിങ് ഒരു പ്രശ്നമാണ് വരുന്നത്, ബ്ലേഡ് വിഷൻ വരും. ഈ ബ്ലറിങ് വരുന്നതോടുകൂടി നമുക്ക് ശരിക്കും കാഴ്ച മങ്ങിപ്പോവുക ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഓൾറെഡി നേരത്തെ തൊട്ടേ ഈ ഐ സ്ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് കാഴ്ച മങ്ങിപ്പോകുന്നൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. അപ്പോൾ ഞാനത് കഴിയുന്നത് വളരെ കുറച്ച് ഐ എക്സസൈസൊക്കെ ഉണ്ട്. കണ്ണടയൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് കുറേ കാലമായിട്ട് എനിക്ക് കണ്ണട ഉപയോഗിക്കുന്നത്. എൻ്റെ PG മുതൽ തന്നെ എനിക്ക് കണ്ണട ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ അന്ന് മുതലേ PGക്ക് പഠിക്കുമ്പോൾ മുതലേ എനിക്ക് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോമിൻ്റായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. അത് ഈ ക്ലോസ് വർക്ക് ചെയ്തപ്പോൾ വന്നതാണ്. നമ്മളെ സർഫസ് മൗണ്ടഡ് SMD ഡിവൈസുകളൊക്കെ അന്ന് ആ കാലത്ത് SMD ഡിവൈസുകൾ ഇല്ലെങ്കിലും വളരെ സൈസ് കുറഞ്ഞ ICs ഉപയോഗിച്ച് ഹാർഡ്വെയറിൽ നമ്മൾ സോൾഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒരു കാർഡ് സോൾഡറിങ് ആയിരുന്നു സത്യത്തിൽ എൻ്റെ കാർഡിൻ്റെ ഒരു ആഡ് ഓൺ കാർഡ്. നിങ്ങളോട് ഞാൻ എൻ്റെ പ്രോജക്റ്റ് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണത്. കാർഡ്, അതായത് IBM PC പ്രോട്ടോടൈപ്പ് കാർഡ് എന്ന് പറയും. അതിലൊരു ഡാറ്റ അക്വിസിഷൻ സിസ്റ്റമാണ് ഞാൻ ഡെവലപ്പ് ചെയ്തത്. മൈക്രോവേവ് ആൻറ്റിന ഉപയോഗിച്ചിട്ട് നമ്മൾ ബറീഡ് ഒബ്ജക്റ്റ് ഡിറ്റക്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് NPOLൻ്റെ ഒരു പ്രോജക്റ്റായിരുന്നു, ഒരു ഫണ്ടഡ് പ്രോജക്റ്റായിരുന്നു. നേവൽ ഫിസിക്കൽ ഓഷ്യനോഗ്രാഫിക് ലാബോറട്ടറി കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്തുള്ള ക്യാമ്പസാണ്. അവിടെ നിന്ന് നമുക്ക് കിട്ടിയൊരു പ്രോജക്റ്റാണ്, ഫണ്ടിങ് ഉള്ളൊരു പ്രോജക്റ്റായിരുന്നു. ആ പ്രോജക്റ്റിൻ്റെ പാർട്ടായിരുന്നു എൻ്റെ MSc പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡാറ്റ അക്വിസിഷനുമായിട്ട് ബന്ധപ്പെട്ട് ആവശ്യമുള്ളൊരു കാർഡായിരുന്നു ഈ പറയുന്ന ഞാൻ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അതിൽ സോൾഡറിങ് വർക്ക് സ്റ്റേഷനൊക്കെ ഉപയോഗിച്ച് അത്യാവശ്യം ഫെസിലിറ്റി എല്ലാം ഉണ്ട്. എന്നാൽ പോലും ക്ലോസ് വർക്ക് വരുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. ലെൻസ് ഉപയോഗിക്കേണ്ട സമയത്ത് ലെൻസ് ഉപയോഗിക്കുക തന്നെ വേണം. ഇപ്പോൾ സോൾഡറിങ് മിനിയേച്ചർ ഇപ്പോൾ നിങ്ങൾ പ്രോജക്റ്റൊക്കെ ചെയ്യുന്ന സമയത്ത് സത്യത്തിൽ ചെറിയ സർക്യൂട്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ചെയ്യേണ്ടാവുക. അത് കൂടുതൽ ICs ഒക്കെ വരുന്ന സർക്യൂട്ടുകൾ, വലിയ സർക്യൂട്ടുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് വളരെ സോൾഡറിങ് ഒക്കെ ചെയ്യുമ്പോൾ, അതുപോലെ അതിൻ്റെ പിന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുന്ന സമയത്ത് ഈ പിന്നുകളിലേക്ക് നമ്മൾ കോൺസെൻട്രേഷൻ വരികയും നന്നായി നമ്മൾ ഫോക്കസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം കണ്ണിലുള്ള മസിൽസിന് സ്ട്രെയിൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ സ്ട്രെയിൻ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ നമുക്ക് ഈ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പോലെ തന്നെ ഈ ക്ലോസ് വർക്ക് ചെയ്യുന്ന എല്ലാത്തരം പണികളും, അത്തരം ക്ലോസ് വർക്ക് വരുന്ന മിനിയേച്ചർ ഒബ്ജക്റ്റുകൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് കണ്ണുകൾ ഒരുപാട് സ്ട്രെയിൻ വരും. അപ്പോൾ അത് ലൈറ്റിംഗ് ഒന്നും പ്രോപ്പർ അല്ലെങ്കിലും ഈ പ്രശ്നം ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ വായിക്കുന്ന ഒരു മുറിയിൽ അത്യാവശ്യം വെളിച്ചത്തോടു കൂടി നല്ല വെളിച്ചമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് റീഡിങ് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ടത് ഡേ ലൈറ്റിൽ കഴിയുന്നതും വായിക്കുക. അതുകൂടാതെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ക്ലോസ് വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ലൈറ്റിംഗ് ഉണ്ടായിരിക്കണം. പിന്നെ ലെൻസ് ഉപയോഗിക്കേണ്ട ഘട്ടങ്ങളിൽ ലെൻസ് ഉപയോഗിക്കുക. കാരണം ഇത് ഞാൻ നിങ്ങളോട് പകർന്നു തരുന്നതിൻ്റെ ഒരു അറിവാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഭാവിയിലോ എപ്പോഴെങ്കിലുമൊക്കെ വരാം. അത് വരാതിരിക്കണേ. കണ്ണുകൾ വളരെ പ്രധാനമാണ് നമുക്ക്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് കണ്ണിൽ കാഴ്ചയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും മുന്നോട്ട് പോകില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ആലോചിച്ചാൽ അറിയാം, വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ് നമ്മുടെ കണ്ണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ണുകൾ ഇത്തരത്തിൽ കാഴ്ച ശക്തി കുറഞ്ഞു പോകുന്നൊരു പ്രശ്നം വരാതെ നിങ്ങൾ നോക്കണം, വളരെയധികം ശ്രദ്ധിക്കുക. അപ്പോൾ അത് ക്ലോസ് വർക്ക് ചെയ്യുന്നവർ ഇത്തരത്തിൽ കൂടുതൽ മൊബൈൽ ഫോണ്, അതും കമ്പ്യൂട്ടർ അത്രയും സ്ട്രെയിനില്ല. സത്യത്തിൽ മൊബൈലാണ് കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുന്നത്. ചെറിയ സ്ക്രീനാണ്. ചെറിയ സ്ക്രീനിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം. ഇപ്പോൾ എനിക്കറിയാം നിങ്ങളുടെ ഡ്രോബാക്ക് ലിമിറ്റേഷൻ എനിക്കറിയാം. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് സത്യത്തിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറുള്ളവർക്ക് കമ്പ്യൂട്ടറിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ സ്മാർട്ട് TV ഉണ്ടെങ്കിൽ സ്മാർട്ട് TVയിലൊക്കെ എൻ്റെ ക്ലാസ് കാണാം. അത് നിങ്ങളുടെ കണ്ണിൻ്റെ ഈ പറയുന്ന എന്താ പറയുക സ്ട്രെയിൻ ഇല്ലാതെ കാണാം. ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലൊക്കെ ഇപ്പോൾ TV കാണും. പക്ഷേ TVയിലാണോ നിങ്ങൾ എൻ്റെ ക്ലാസ് കാണുന്നതെന്ന് എനിക്കറിയില്ല. അങ്ങനെയും കാണാനുള്ള സൗകര്യമുണ്ട് സത്യത്തിൽ. TV ഉള്ളവർക്ക്, സ്മാർട്ട് TV ഉള്ളവർക്ക് നിങ്ങളുടെ നെറ്റ്വർക്ക് അല്ലെങ്കിൽ വൈഫൈ ഇതിലേക്ക് ഷെയർ ചെയ്തിട്ട് അതിലൂടെ എൻ്റെ ക്ലാസ്സുകൾ കാണാം. ഇനി അങ്ങനെ വലിയ സ്ക്രീനിൽ കാണാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ ചെയ്യുക. കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് ഉള്ളവർ ലാപ്ടോപ്പിൽ കാണുക, അല്ല ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൽ കാണുക. കഴിയുന്നതും നമ്മൾ ക്ലാസ്സുകൾ ഇനിയും കുറേ കാലം കൂടെ നിങ്ങൾ ഇനിയും ഫ്യൂച്ചർ പഠിക്കുന്നത് ഇനിയിപ്പോൾ MSc ആണെങ്കിലും ഇനി എന്തെങ്കിലും പഠനത്തിനൊക്കെ പോകണമെങ്കിലും നമ്മൾ ഈ കൊറോണയൊന്നും അങ്ങനെ കെട്ടടങ്ങിയിട്ടില്ലല്ലോ. കുറേ കാലം കൂടി ഇനി എത്ര കാലം ഉണ്ടാവും എന്നുള്ള സത്യം പറഞ്ഞാൽ ഒരു പിടിയില്ല. ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെയാണ്, പലയിടത്തും ട്രിപ്പിൾ ലോക്ക്ഡൗൺ ഉണ്ട്. പിന്നെ ഇന്നിപ്പോൾ ട്രിപ്പിൾ ലോക്ക്ഡൗൺ എറണാകുളം ജില്ല ഒഴിവായി.
മലപ്പുറത്ത് ഇപ്പോഴും ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വളരെ ക്രൂഷ്യലായിട്ടൊരു ഘട്ടമാണ്. നിങ്ങൾക്ക് ഒരു പഠനം, ഉപരിപഠന ഹയർ സ്റ്റഡീസോ അല്ലെങ്കിൽ ഒരു ജോലി സാധ്യതയെ നമ്മൾ മുന്നിൽ നിർത്തി കാണുമ്പോഴും നിൽക്കുന്ന പ്രശ്നം ഇപ്പം ഇത് അതിജീവിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ കോവിഡാണ്. ഈ കോവിഡിനെ നമ്മൾ അതിജീവിച്ച് തരണം ചെയ്ത് വേണം മുന്നേറാനായിട്ട്. അപ്പോൾ നിങ്ങൾ സത്യത്തിലൊരു വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് നിങ്ങളുള്ളത്, എനിക്കറിയാം. സത്യത്തിൽ നിങ്ങൾ കരുതി എനിക്ക് വളരെയധികം സത്യം പറഞ്ഞാൽ ഒരു ചിന്തയുണ്ട്. അപ്പോൾ നിങ്ങൾ മുന്നോട്ട് എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത്. അപ്പോൾ ഇത് വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങൾ ഹെൽത്ത് ആസ്പെക്റ്റാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞിട്ട് ആണ് ബാക്കി കാര്യം. അപ്പോൾ ഹെൽത്ത് അഡ്വൈസ് തരുന്നത് കൃത്യമായി നിങ്ങൾ പാലിക്കുക. അത് എക്സ്പീരിയൻസ് ഉള്ളവരാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ആ എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. സത്യത്തിൽ നിങ്ങൾ പഠിക്കുന്ന മെത്തേഡ് എന്ത് രീതിയാണെങ്കിൽ പോലും ഒരു ടീച്ചറിൻ്റെ സഹായം ഇല്ലാതെ, ഒരു ഗുരുസ്ഥാനത്ത് അല്ലെ ഒരു അധ്യാപകൻ്റെ ഒരു സഹായം ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. സത്യത്തിൽ ഞങ്ങൾ തരുന്ന ചെറിയ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, അതുപോലെ ഉപദേശങ്ങളാണ് നിങ്ങളെ നയിക്കുന്നത്. സത്യത്തിൽ നിങ്ങളെ നേർവഴി നയിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും ഇപ്പോൾ സത്യത്തിൽ നമ്മൾ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ പോലും പോസിബിൾ അല്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് സ്ക്രീൻ ഓപ്പൺ ആക്കാൻ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ക്യാമറ വ്യൂ കൂട്ടി ഇത് ഫീൽഡ് വലുതാക്കാൻ കാര്യം എന്ന് വെച്ചാൽ സത്യത്തിൽ ഒരു ഫേഷ്യൽ ഇൻട്രാക്ഷൻ കിട്ടാനാണ്. സത്യത്തിൽ നിങ്ങളെ കാണാൻ പറ്റുന്നില്ല. എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ 2 പേര് വാച്ച് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ കാണുന്നത്. ഒരെണ്ണം എൻ്റെ ഡിവൈസ് തന്നെയാണ്. അതുകൊണ്ട് ഒരാൾ കാണുന്നുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മിഷബ് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഓൺലൈനിൽ. അപ്പോൾ എനിവേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ഇതെല്ലാം മിസ്സാകുക. സത്യത്തിൽ നമ്മളെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു ലൈവ് ക്ലാസ് എക്സ്പീരിയൻസ് അല്ല. എങ്കിലും നമ്മൾ ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല ആർക്കും. അത് നിങ്ങളെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ കയറി വരികയും പുറത്തിറങ്ങി ആൾക്കാരായിട്ട് ഇടപെടുമ്പോൾ നിങ്ങൾക്കും കോവിഡ് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഹലോ മിഷബ് ഇപ്പോഴും ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ. അപ്പോൾ ഇത്തരത്തിലുള്ള ആ ഒരു സേഫ്റ്റിയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഘട്ടമാണിത്. ഇനിയിപ്പം അടുത്തതായി ബംഗാൾ ഉൾക്കടലിൽ അടുത്ത ഒരു മറ്റേ ന്യൂനമർദ്ദം രൂപം കൊണ്ടിട്ടുണ്ട്. അതിൻ്റെ സ്ട്രെസ് വേറെ. ഇനി ഡെങ്കിപ്പനി വരാൻ പോകുന്നു പറയുന്നു. എനിവേ അതൊരു വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു കാലഘട്ടമാണ്. സത്യത്തിൽ നമ്മളിപ്പോൾ ഈ DSP പോലുള്ളൊരു സബ്ജക്റ്റ് ഇവിടെ പഠിക്കുമ്പോൾ നമ്മൾ സത്യത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും നിങ്ങളോട് എനിക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ നിങ്ങളോട് സംസാരിക്കേണ്ടി വരുന്നുള്ളൂ. സത്യത്തിൽ അത് മാത്രമല്ല, സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഒരു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് ഈ ഓൺലൈൻ ക്ലാസ് കാണുന്നതോടൊപ്പം തന്നെ ചുറ്റുപാട് നടക്കുന്ന അപ്ഡേറ്റ്സ് എന്താണെന്നുള്ളത് കൂടെ അറിയേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളൊരു ഹയർ എഡ്യൂക്കേഷൻ സിനാറിയോയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഇനി നിങ്ങൾക്ക് ഭാവിയിലേക്ക് നിങ്ങളുടെ പദ്ധതികൾ എന്താണ്, എന്താ ഹയർ സ്റ്റഡീസിന് പോകണോ, ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇപ്പം പ്ലേസ്മെൻറ്റ് ട്രെയിനിങ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ജോലിക്കാണോ നിങ്ങൾ പോകാൻ പോകുന്നത്, അപ്പോൾ എത്തരത്തിലുള്ള ജോലിയിലാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്, ഇതും പ്രത്യേകിച്ച് ഈ കോവിഡ് സാഹചര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഒരു കൃത്യമായൊരു ഡയറക്ഷൻ ആവശ്യമുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് അഡ്വൈസ് ചെയ്യാനുള്ളത് 1-2 കാര്യങ്ങൾ. ഓൺലൈൻ ചെയ്യാവുന്ന ജോലികളുണ്ട്, അത് ടേക്കപ്പ് ചെയ്യുക. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജോലി സാധ്യതകൾ സത്യത്തിലുണ്ട്. അത് ഞാൻ പ്ലേസ്മെൻറ്റ് ഗ്രൂപ്പിലൂടെയൊക്കെ അത് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് കണ്ടെത്താൻ കഴിയും. അത്തരത്തിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, വെബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ എല്ലാം വെബിലുണ്ട്. എല്ലാ കാര്യങ്ങളും യൂട്യൂബിലുണ്ടെന്ന് പറഞ്ഞ പോലെ എല്ലാം വെബിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. നിങ്ങളുടെ അവസരങ്ങൾ ചുറ്റുപാടും ഉണ്ട്. അപ്പോൾ ഇലക്ട്രോണിക്സ് പഠിച്ചവരായതുകൊണ്ട് നിങ്ങൾ ഇലക്ട്രോണിക്സ് ജോബ് തന്നെ പോകണമെന്ന് ഞാൻ ഒരിക്കലും നിങ്ങളോട് നിർബന്ധിക്കുന്നതിൽ പറയത്തുമില്ല. കാരണം ബാങ്കിങ് മേഖല, ഫാർമസ്യൂട്ടിക്കൽ മേഖല, ഒരുപാട് മേഖലകൾ നമുക്ക് ചുറ്റുപാടുമുണ്ട്. സോഫ്റ്റ്വെയർ പ്രോഗ്രാമറായിട്ട് പോകുമ്പോൾ തന്നെ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങും ഉണ്ട്. അപ്പോൾ ടെസ്റ്റിങ് ചെയ്യാനായിട്ട് പ്രോഗ്രാമിങ്ങിനേക്കാളും എളുപ്പമാണ്. കാരണം പ്രോഗ്രാം ലോജിക്ക് എല്ലാവർക്കും ഒരേപോലെ വർക്ക് ചെയ്യത്തില്ല, പ്രോഗ്രാമിംഗ് ലോജിക്ക്. അതുകൊണ്ട് സോഫ്റ്റ്വെയർ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർ ടെസ്റ്റ് ചെയ്തത് ക്വാളിറ്റി കൺട്രോളാണത് സത്യത്തിൽ. അപ്പോൾ അത്തരം ജോലികളിൽ ഏർപ്പെട്ടാൽ മതി.
ഇതിൽ ജീവിക്കാനുള്ള വരുമാനം നമുക്ക് കിട്ടണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ ജീവിക്കാൻ വേണ്ടി വരുമാനം നമുക്ക് മാർഗ്ഗം എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അത് അനുസരിച്ച് ചെറിയ ചെറിയ, എനിക്കറിയാം നിങ്ങളുടെ ക്ലാസ്സിലുള്ളൊരു ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. അത് വീട്ടിലെ പേരൻസിനെയൊക്കെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. പലരും അത് ചെറിയ രീതിയിൽ, ഇപ്പം മുന്നത്തെ 1-2 അനുഭവങ്ങൾ പറഞ്ഞു കേട്ടത്, മൊബൈൽ ഫോൺ വാങ്ങാൻ വേണ്ടി ജോലിക്ക് പോയ മണൽ വാരാൻ പോയൊരു ചരിത്രമുണ്ട്, ഒരു കുട്ടിയുടെ ചരിത്രമുണ്ട് നമ്മുടെ കോളേജിൽ തന്നെ. മണൽ വാരി പൈസ ഉണ്ടാക്കി, വീട്ടുകാർക്ക് ഇത് അറിയില്ല, ഇതിൻ്റെ യഥാർത്ഥ വശമൊന്നും അറിയില്ല. ഉദ്ദേശം എന്ന് പറയുന്നത് അത് പണിക്ക് പോയതെന്ന് പറയുന്നത് വാങ്ങാനായിട്ട് ഈ പറയുന്ന ഐഫോൺ വാങ്ങാനാണ്. ഒരു ഐഫോൺ വാങ്ങി, അന്നതിന് 50,000 രൂപ അത്രയേണ്ട ഒരു വിലയാണ്, എന്തോ ഒരു വിലയാണ് പറഞ്ഞത്. നല്ലൊരു തുകയെടുത്തത് EMI സ്കീമിൽ വാങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പൈസ അടയ്ക്കാനില്ല, EMI അടയ്ക്കാനില്ല. അങ്ങനെ അത് ഇഷ്യൂ ആയി, ആൾ ക്ലാസ്സിൽ വരാതായി. അത് റെഗുലർ ക്ലാസ് നടക്കുന്ന സമയത്തുള്ള കാര്യമല്ല, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാതായി. അങ്ങനെ ഡിഗ്രി മിസ്സാകുന്നൊരവസ്ഥ, ഡിഗ്രി ഫെയിലായി പോകുന്നൊരവസ്ഥ വന്നപ്പോൾ, അങ്ങനൊരു കുട്ടിയെ കാണാതായപ്പോഴത്തേക്ക് വീട്ടിൽ വിളിച്ച് ഇൻഫോം ചെയ്തപ്പോഴാണ് വീട്ടുകാർ ഈ പ്രശ്നം അറിയുന്നത്. അങ്ങനെ വീട്ടുകാർ വന്നത് പറഞ്ഞത് സോൾവ് ആക്കി. അത് മൊബൈൽ എന്തോ അതൊക്കെ ഡിസ്പോസ് ചെയ്യോ അല്ലെങ്കിൽ അതൊക്കെ ഏതോ രീതിയിൽ അത് സോൾവ് ചെയ്ത് കുട്ടി പിന്നെ ക്ലാസ്സിൽ വരാൻ തുടങ്ങി. റെഗുലർ ക്ലാസ്സിലൊക്കെ എത്തി. കുട്ടി ഇപ്പോൾ പഠിച്ച് പാസ്സായി, നല്ല രീതിയിൽ നെറ്റ്വർക്ക് എഞ്ചിനീയറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യാം. കുട്ടിയുടെ പേരും വിവരമൊന്നും വെളിപ്പെടുത്തുന്നില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു അനുഭവമാണ്, നിങ്ങളുടെ മുന്നിലുള്ളൊരു നിങ്ങളുടെ സീനിയേഴ്സിന് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ വേണം മുന്നോട്ട് പോകാൻ. ടീച്ചേഴ്സ് തരുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നിങ്ങൾ ചെവിക്കൊള്ളുക, അതിൻ്റെ സീരിയസ്നെസ്സോടുകൂടി ചെവിക്കൊള്ളുക. അത് നമ്മൾ വെറുതെ തട്ടിക്കളയരുത്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപദേശം തരികയാണ് എന്ന് വിചാരിക്കേണ്ട. കാരണം എൻ്റെ ഒരു വാല്യുബിൾ ടൈം തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന ചെറിയ നിർദ്ദേശങ്ങൾ പോലും നിങ്ങൾക്കത് പ്രാവർത്തികമാക്കുക, നിങ്ങൾക്ക് ജീവിതത്തിൽ അത് വളരെയധികം ഗുണം ചെയ്യും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അത് നിങ്ങൾ, കാരണം ഇത് ഞാൻ നിങ്ങളെപ്പോലെ ഒരു വിദ്യാർത്ഥിയായിരുന്ന സമയത്ത്, സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് വന്നു ചേർന്നിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികളാണ് എൻ്റെ അനുഭവം എന്ന് പറയുന്നത്. ആ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും യൂട്യൂബിലൂടെയും ബുക്സിലൂടെയും എന്താ പറയുക, ട്യൂട്ടോറിയൽ CD, ഇപ്പം ബൈജൂസ് ആപ്പൊക്കെ ലേണിംഗ് ആപ്പ് പോലെ ഒരുപാട് സാധനം ഇറങ്ങിയിട്ടുണ്ട്. ട്യൂഷൻ ആപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാം അതിൻ്റെ കാലമാണ്, ഒരു കൊയ്ത്തിൻ്റെ കാലമാണെന്ന് പറയാം. അപ്പോൾ പൈസ നന്നായി കൊയ്യുന്നുണ്ട്. അത്തരം നിങ്ങൾക്കൊക്കെ ഇതുപോലുള്ള സാധ്യത മുന്നിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. കൊയ്ത്തിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ നമുക്ക് ഗുണകരമാക്കാൻ നിങ്ങൾ നോക്കിയാൽ മതി. അതായത് നിങ്ങൾക്കും ഇതേപോലെ ട്യൂഷൻ ആപ്പും ലേണിംഗ് ആപ്സൊക്കെ നിങ്ങൾക്കും ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആ ഒരു സൈഡിലേക്ക് നിങ്ങൾ ചിന്തിക്കണം. ഇനി ഒരു ടീച്ചറായി പോകേണ്ട ആൾക്കാർ, ഈവൻ നമ്മുടെ സ്റ്റുഡൻസിൽ എന്താ ഇറസ്പെക്റ്റീവ് ഓഫ് ജെൻഡർ, ഇപ്പം അങ്ങനെ പറയണേ, ബോയ്സിനും പോകാം ഗേൾസിനും പോകാം. ഗേൾസിന് കുറച്ചുകൂടെ പ്രിഫറബിൾ ആകുന്ന ടീച്ചിങ് ആയിരിക്കും. കാരണം അവർ വീട്ടിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട്, കൂടുതൽ വീടിനോട് അടുത്ത് നിൽക്കുന്നതുകൊണ്ടും ഫാമിലി ഓറിയൻറ്റഡ് ആയി നിൽക്കുന്നതുകൊണ്ടും വെളിയിലുള്ള ജോലിക്ക് പ്രയാസം ആയിരിക്കാം ഒരു പക്ഷേ. പക്ഷേ ബോയ്സിനെ സംബന്ധിച്ച് നല്ല എവിടെയും പോകാനുള്ള സാധ്യത ഒരുപാട് തുറകളുണ്ട്. ഇപ്പോൾ നമുക്ക് പറയുന്ന കൊച്ചി, തിരുവനന്തപുരം, ട്രിവാൻഡ്രം, ബാംഗ്ലൂർ, മൈസൂർ, ഹൈദരാബാദ്, ഇവിടെയൊക്കെ ഒരുപാട് ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി ഉണ്ട്, IT ഇൻഡസ്ട്രീസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോകാനുള്ള സാധ്യത, നല്ല ജോലി സാധ്യതയുണ്ട്. അവിടെയൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആഡ്സ് നമുക്ക് വരുന്നുണ്ട്, അഡ്വർടൈസ്മെൻറ്റ്സ്, നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. അതൊക്കെ ഞാൻ കഴിയുന്നതും കിട്ടുന്നതൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളത് പ്ലേസ്മെൻറ്റ് ഗ്രൂപ്പിലേക്ക് ഇടുന്നുണ്ട്. നിങ്ങൾക്കത് സെർച്ച് ചെയ്യാം, അത് വെബിൽ കിട്ടും, ഇതുപോലുള്ള റിസോഴ്സുകൾ കിട്ടും. കാരണം ഈ ജോബ് സൈറ്റുകളുണ്ട്, ഒരുപാട് ജോബുകൾ ഇങ്ങനെ പബ്ലിസൈസ് ചെയ്യുന്ന സൈറ്റ്. ഇപ്പം അബ്ദുള്ള തന്നെ എന്തോ ഈ പ്ലേസ്മെൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ ഗ്രൂപ്പിൽ എവിടെ ഇട്ടതായിട്ട് കാണുന്നുണ്ട്. ടീച്ചേഴ്സിനും പലയിടത്തും കിട്ടുന്നുണ്ട്. എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യുന്നത്. എനിക്ക് കിട്ടാത്ത ഇൻഫർമേഷൻ ഉണ്ടാകാം, അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. നിങ്ങൾ ഇതേപോലെ ഈ സൈറ്റുകളിലൊക്കെ, ഈ ജോബ് സൈറ്റുകളിലൊക്കെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് RSS ഫീഡായിട്ടും അലേർട്ടായിട്ടും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിലിൽ തന്നെ കിട്ടും. ഇപ്പോൾ സ്റ്റുഡൻസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത് ഒരു ജോലിയാണ്, അല്ലെങ്കിൽ ഒരു ഹയർ സ്റ്റഡീസാണ്. അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഗ്യാദർ ചെയ്യണം. ഓൺലൈൻ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പ്ലേസ്മെൻറ്റ് ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ കേട്ട് കാണും. അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം, പ്ലേസ്മെൻറ്റ് ട്രെയിനിങ്.
ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇത് നമ്മൾ അലസതയോടുകൂടെ നമ്മൾ അങ്ങനെ നെഗ്ലക്റ്റ് ചെയ്ത് കളയാതെ ഇത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഗ്യാദർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഗ്യാദർ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലാത്ത സമയത്ത് ഇത് നിങ്ങൾക്ക് എവിടെ നിന്ന് ഗ്യാദർ ചെയ്യാൻ പറ്റും, കിട്ടത്തില്ല. അപ്പോൾ ഇതിന് ഒരവസരമാണ് ഇപ്പോൾ നമുക്ക് ഗ്യാദർ ചെയ്യുക എന്നുള്ളത്. മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഗ്യാദർ ചെയ്ത് നിങ്ങളൊരു നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാൻ ശ്രമിക്കുക. സോ ഓൾ ദ ബെസ്റ്റ്. ഞാനിതിപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ഇടയിലാണ് എനിക്കിത് പറയാൻ തോന്നിയത്. കാരണം എൻ്റെ ചിന്ത പെട്ടെന്ന് ഇപ്പം എനിക്ക് നിങ്ങളോട് ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ പറയാം. കാരണം ഈ ക്ലാസ് കാണുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ടുമുണ്ട്. കുറേ പേര് മടി ആണോ എന്താണെന്നറിയില്ല, ക്ലാസ് കാണുന്നതിൽ കുറച്ചൊരു വൈമുഖ്യം കാണുന്നുണ്ട്. അതുപോലെ നമ്മൾ പ്ലേസ്മെൻറ്റിൻ്റെ ട്രെയിനറും പറഞ്ഞു, നിങ്ങൾ പൈസ കൊടുത്ത് ചേർന്ന ഒരു പ്രോഗ്രാം കൂടെയാണത്. 500 രൂപ കൊടുത്ത് ചേർന്നൊരു ചെറിയ പൈസയാണ്, എന്നാലും 500 രൂപ എന്നുള്ളത് അതിനൊരു വാല്യൂ, 500 രൂപയുടെ വാല്യൂ നമ്മൾ കണക്കാക്കണം. അപ്പോൾ ആ ഒരു ട്രെയിനിങ് നിങ്ങൾ സീരിയസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് കിട്ടിയത്, ഒരു പരാതിയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിത് മുന്നോട്ട് പോകുമ്പോൾ ഇനിയും സ്റ്റുഡൻസിന് ഗുണം കിട്ടുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അടുത്ത ബാച്ച്, സെക്കൻഡ് ഇയർ ബാച്ചിന് ഓൾറെഡി കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഫസ്റ്റ് ഇയറിന് നടത്തണോ വേണ്ടേ എന്നുള്ള എനിക്ക് ഒരു സംശയത്തിൽ നിൽക്കുകയാണ്. അതിൽ നിങ്ങളുടെ കയ്യിൽ നിന്നൊരു ഫീഡ്ബാക്ക് കിട്ടിയാലേ ഞാനത് പ്രൊസീഡ് ചെയ്യുള്ളൂ. ഇത് എങ്ങനെയാണ് പ്ലേസ്മെൻറ്റ് ട്രെയിനിങ് നിങ്ങൾക്ക് എഫക്റ്റീവാണോ, ജോലിക്കുള്ള സാധ്യത മുന്നിൽ ഉണ്ടോ, അത് നിങ്ങൾ പ്ലേസ്മെൻറ്റ് എന്തെങ്കിലും അപ്ലിക്കേഷൻസ് വിട്ടോ അയച്ചോ, എന്തെങ്കിലും സാധ്യതകൾ തെളിഞ്ഞ് വന്നോ. അപ്പോൾ നിങ്ങളാണിത് പറയേണ്ട ആൾക്കാർ. നിങ്ങൾ കൃത്യമായി എനിക്കൊരു ഫീഡ്ബാക്ക് തന്നു കഴിഞ്ഞാൽ, ഹാങ് ഔട്ട്സ് നമുക്കുണ്ടല്ലോ, അപ്പോൾ ഹാങ് ഔട്ട്സിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ എന്നോട് പേഴ്സണലി ഷെയർ ചെയ്യുക. കാരണം എനിക്ക് നിങ്ങളോട് ഇപ്പോൾ ചോദിക്കാൻ പറ്റില്ല, ഓരോരുത്തരോടും ചോദിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണുള്ളത്. കാരണം ഒരു ക്ലാസ് റൂമിലാണെങ്കിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാം, സ്റ്റുഡൻസ് നേരിട്ട് ഇൻട്രാക്ട് ചെയ്ത് ചോദിക്കാം. അപ്പോൾ അങ്ങനെ എനിക്ക് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ, നിങ്ങൾ ഈ ജോലിയായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ, സംശയങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് എന്നിൽ നിന്ന് അറിയേണ്ട കാര്യങ്ങൾ എന്താണേലും നിങ്ങൾ എന്നോടത് ഹാങ് ഔട്ട്സ് വഴി ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നിങ്ങളുടെ ഫീഡ്ബാക്കിൽ നിന്നൊക്കെ അറിയാൻ പറ്റും. അപ്പം നമ്മൾ ജസ്റ്റ് കാണുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുന്നു, അവിടെ റോൾ നമ്പർ എൻ്റർ ചെയ്യുന്നു, ഇത്രയൊക്കെ നടക്കുന്നുള്ളൂ. അപ്പോൾ ഇത് പിന്നെ എനിക്ക് ഈ പറയുന്ന പോലെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുള്ളതിന് ഒരു ക്ലാസ്സുകളോ ഓഫ്ലൈൻ ആണെങ്കിലും നിങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതൊരു തെളിവ് അതാണ്. നിങ്ങളെല്ലാം വ്യൂ ചെയ്യുന്നുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട്, ആത്മാർത്ഥമായിട്ട് കാണുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളത് സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ആർക്കും അതിൻ്റെ നഷ്ടം, എനിക്കല്ല നഷ്ടം. പരീക്ഷ എഴുതേണ്ട നിങ്ങളാണല്ലോ. യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട് ഈ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട, നിർബന്ധമായി എല്ലാവരും അറ്റൻഡ് ചെയ്യണം. ഈ ക്ലാസ്സുകൾ നമുക്ക് ഈ പറയുന്ന, ഞാൻ മോഡൽ എക്സാം നിങ്ങളോട് അനൗൺസ് ചെയ്യുന്നു, ഡിസ്ക്രിപ്റ്റീവ് എക്സാമാണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് നിങ്ങൾ എങ്ങനെയെങ്കിലും അറ്റൻഡ് ചെയ്യും. അത് നമുക്ക് അതിലൂടെ കുറച്ച് നിങ്ങൾ എത്രത്തോളം ക്ലാസ് അറ്റൻഡ് ചെയ്തെന്ന് എനിക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത് കാര്യം എന്ന് പറയുന്നത്, പിന്നെ നിങ്ങളുടെ ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ് കണ്ടു കഴിഞ്ഞാൽ എനിക്കറിയാം എത്രത്തോളം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അത് എന്തായാലും ക്ലാസ്സുകൾ നിങ്ങൾ മുടങ്ങരുത്, ക്ലാസ്സുകൾ നിങ്ങൾ നന്നായി, കാരണം ഇപ്പോൾ വീട്ടിലെല്ലാവരും ഇരിക്കുകയാണ്, നിങ്ങൾ സേഫായിട്ടുള്ളൊരു സ്ഥലത്താണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് അപ്പോൾ ഡേറ്റയുടെ ആവശ്യമുണ്ട്. ആ ഡേറ്റ എന്ന് പറയുന്ന ചെറിയൊരു പൈസ കൊടുത്താൽ, ഇപ്പം മൊബൈലിൽ നമുക്ക് റീചാർജ് ചെയ്യാനൊന്നും അത്ര വേണ്ടി പൈസയൊന്നും വേണ്ട. നെറ്റ് എല്ലാവർക്കും വീട്ടിലുണ്ടാവും. അപ്പോൾ നെറ്റ് ഇല്ലാത്ത അവസ്ഥയിൽ ആരും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് സംവിധാനം ഉണ്ടാവും, അത് ഉപയോഗിച്ച് നിങ്ങൾ ക്ലാസ്സുകൾ കാണുക. എല്ലാം ഇപ്പം വളരെ കുറഞ്ഞ റേറ്റിൽ തന്നെ നമുക്ക് ഇൻ്റർനെറ്റ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ഇൻ്റർനെറ്റും ഡേറ്റയൊന്നും നമുക്ക് ആവശ്യമില്ല ക്ലാസ്സിന്. ചെറിയൊരു പൈസ അതിനു വേണ്ടി നമ്മൾ ചിലവാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സംവിധാനം ആയതുകൊണ്ട് ഞങ്ങളുമൊക്കെ ഇപ്പം ഈ ഫെസിലിറ്റി എന്ന് പറയുന്ന സത്യത്തിൽ ഞാനിപ്പോൾ ഇവിടെ ഒപ്റ്റിക് ഫൈബറാണ് എടുത്തിരിക്കുന്നത്. ഈ ഒപ്റ്റിക് ഫൈബർ കണക്ഷൻ സത്യത്തിൽ എനിക്ക് ആവശ്യമില്ല, ഇത്രയും ബാൻഡ് വിഡ്ത്തൊന്നും ഞാൻ സാധാരണ യൂസ് ചെയ്യാറില്ല. ഞാൻ ഈ ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടി മാത്രം ക്ലാസ് എടുക്കാനും ക്ലാസ് കേൾക്കാനും. എൻ്റെ കുട്ടികളും ഓൺലൈൻ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. വൈഫും ടീച്ചറാണ്, അപ്പം വൈഫിനും ക്ലാസ് എടുക്കാനുണ്ട് ഓൺലൈൻ. അപ്പോൾ എല്ലാവരും കൊണ്ട് ഡേറ്റ റിക്വയർമെൻറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു സർജാണ് സത്യത്തിൽ. അതിൻ്റെ ഒരു ബാൻഡ് വിഡ്ത്ത് ഇവിടെ ആവശ്യമുണ്ട്. അതായത് ഇത്തരം പ്രശ്നം നിങ്ങൾ അവിടെയും നിങ്ങളുടെ വീട്ടിൽ വന്നെന്ന് വരാം. നിങ്ങളുടെ അനിയന്മാരും അനിയത്തിമാരൊക്കെ പഠിക്കുന്നുണ്ടാകാം, അവർക്കൊക്കെ ഇത്തരത്തിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്ട്
അപ്പോൾ ഒന്നിലധികം മൊബൈൽ ഡിവൈസുകളൊക്കെ വീട്ടിൽ ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഷെയർഡായിട്ടാണെങ്കിലും നിങ്ങൾ മാറി മാറി കണ്ടാൽ ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഓഫ്ലൈൻ വ്യൂയിങ് എന്തായാലും പോസിബിൾ ആവും. നിങ്ങൾക്ക് കിട്ടുന്ന ടൈമിൽ രാത്രിയോ രാവിലെയോ വെളുപ്പിനെയോ ഉച്ചയ്ക്കോ എപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങളത് കണ്ടു തീർക്കുക. കണ്ടു തീർത്തില്ലേ അതിൻ്റെ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. അതുപോലെ നമ്മൾ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യവും പറഞ്ഞതും ഞാൻ അവരോട് പറഞ്ഞു, അവരോട് ഷെയർ ചെയ്തു. കാരണം നമ്മുടെ കുട്ടികളുടെ ഡിഫിക്കൽട്ടി ഇന്നതാണ്. അവർ സത്യത്തിൽ മനഃപൂർവ്വം അവർ ഒഴിഞ്ഞു നിൽക്കുന്നതായിരിക്കില്ല, ഇങ്ങനെ പ്രശ്നം ഉണ്ടാകാം എന്ന് പറഞ്ഞ് ഞാനൊരു സൂചന കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അവർക്ക് കൊടുത്തൊരു ആശ്വാസമാണത്. സത്യത്തിൽ എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഓൺലൈൻ ക്ലാസ്സുകൾ ഇപ്പോൾ മാധ്യമം അതേ ഉള്ളൂ, ഓൺലൈൻ മാധ്യമത്തിലാണ് പഠിക്കുന്നത്. ഇതിൽ നല്ല രീതിയിൽ ഇഫക്റ്റീവ് ആകുന്നുണ്ട്. എൻ്റെ ക്ലാസ് ഇഫക്റ്റീവ് ആകുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എനിക്ക് നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് അത്യാവശ്യം പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ലൈവ് ഞാൻ എടുക്കുന്ന യൂട്യൂബ് ലൈവിൽ ക്ലാസ് എടുക്കുന്നു. ഇതിനൊരു ടൈം ലിമിറ്റേഷനോ അല്ലെ ഒരു എന്താ പറയുക ഒരു റെസ്ട്രിക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എക്സെപ്റ്റ് ഇവിടെ സ്ട്രീമിങ്ങിൻ്റെ ഒരു പ്രശ്നം. ചിലപ്പോൾ കൂടുതൽ പേര് നെറ്റ് ഉപയോഗിക്കുന്നത്, എൻ്റെ വീട്ടിലും ഇപ്പം നെറ്റ് എല്ലാവരും ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഇടയ്ക്ക് സ്ട്രീമിങ് ഡിഫ്. അപ്പം ഞാൻ പലരോടും ഷട്ട് ചെയ്യാൻ പറയും. അപ്പോൾ എൻ്റെ ക്ലാസ് ലൈവ് പോകുന്ന സമയത്ത് ഞാൻ അവരുടെ ഡേറ്റ ഒന്ന് കൺട്രോൾ ചെയ്യും. അപ്പോൾ എനിക്ക് ആവശ്യത്തിന് ബാൻഡ് വിഡ്ത്ത് കിട്ടും. അപ്പോൾ ചില സമയത്ത് ഈ പറയുന്ന പോലെ മഴക്കാലത്ത് അല്ലെ അങ്ങനെയുള്ള ചില കാലാവസ്ഥ കാരണമൊക്കെ ചില സമയത്ത് ലിമിറ്റേഷൻ. ഒപ്റ്റിക് ഫൈബർ ആണെങ്കിൽ പോലും ഇതിൻ്റെ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് സ്വിച്ചുകളിലൂടെയൊക്കെയാണ് അത് കടന്നു വരുന്നത്. പല സ്വിച്ചുകളിലൂടെയും പല ട്രാൻസ്മിഷൻ മീഡിയത്തിലൂടെയൊക്കെ അത് കടന്നു വരുന്നുണ്ടാവും. എവിടെയെങ്കിലുമൊക്കെ ഇഷ്യൂസ്, പിന്നെ കേബിളൊക്കെ പറഞ്ഞ പോലെ മണ്ണിൻ്റെ അടിയിലൊക്കെ കുഴിച്ചിട്ട കേബിളും അങ്ങനെയൊക്കെ ആയിരിക്കും. മഴക്കാലത്തൊക്കെ അതൊക്കെ വർക്ക് ചെയ്യും. ഒപ്റ്റിക്കാവുമ്പോൾ ഇലക്ട്രിക്കലിൻ്റെ അത്രയും പ്രശ്നമില്ല. ഒപ്റ്റിക് ഫൈബറിന് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസോ അത്തരത്തിലുള്ള നോയ്സ് കയറുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ സ്പീഡ് ലിമിറ്റേഷൻ വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ഒരേ സ്പീഡ് കിട്ടാത്തതെന്ന് എനിക്കറിയില്ല. എപ്പോഴും സ്പീഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു വേരിയൻ്റാണ്, അത് സ്പീഡ് വേരിയേഷനാണ് കാണുന്നത്. അത് ഡേറ്റ കുറേ പേര് ഷെയർ ചെയ്യുമ്പോൾ വരുന്നൊരു സംഗതിയാണെന്നാണ് മനസ്സിലായത്. എൻ്റെ വീട്ടിൽ മാത്രമായിരിക്കില്ല, ഈ വരുന്ന ഈ കോമൺ ആയിട്ടുള്ള ഇതായതുകൊണ്ട് കൂടുതൽ പീക്ക് ടൈം ആ സമയത്ത് കൂടുതൽ ഡേറ്റ ഷെയർ ആവുന്ന സമയത്ത് നമുക്ക് പിന്നെ നെറ്റ് സ്പീഡ് മതിയാതെ വരും, ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ്. അതിപ്പോൾ ജിയോ കണക്ഷനും ആ പ്രശ്നമുണ്ട് സത്യത്തിൽ. ജിയോ നമ്മൾ ഇപ്പോൾ മിക്കവാറും എല്ലാവരുടെ കയ്യിൽ സ്മാർട്ട് ഫോണിൽ വരുമ്പം ജിയോ സിം ആയിരിക്കും. അത് 4G കണക്ഷൻ ആയിരിക്കാം പലരും ഉപയോഗിക്കുന്നത്. 4G കണക്ഷനിലും ഇതേ ലിമിറ്റേഷൻ വന്നു. ഇപ്പം ഞാൻ ജിയോയിലാണ് ആദ്യം ക്ലാസ് സ്ട്രീം ചെയ്തൊക്കെ എടുത്തു തുടങ്ങിയത്. ജിയോ കണക്ഷൻ പോരാതെ വന്നു. 1-2 കണക്ഷൻസ് വീട്ടിലുള്ള മൊബൈൽ ഉപയോഗിച്ചൊക്കെ ചെയ്ത് നോക്കി. അത് മതിയാവാതെ വന്നപ്പോഴാണ് ഞാൻ പിന്നെ ഒപ്റ്റിക് ഫൈബറിലേക്ക് മാറിയത്. ഇതിപ്പോൾ ഡേറ്റ സ്ട്രീമിങ് വലിയ കുഴപ്പമില്ല. എന്നാലും ഇപ്പോൾ പോലും ഇതൊക്കെ ലിമിറ്റേഷൻ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ധാരാളം ആവശ്യമുണ്ട്. ഇപ്പോൾ ഓൺലൈനിലാണ് എല്ലാവരും കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നീങ്ങുന്നത് ഓൺലൈനിലാണ്. അപ്പോൾ ഡേറ്റ നന്നായിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഒരുപാട് ഡേറ്റ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഡേറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്, കൺസംഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ സ്പീഡ് വേരിയേഷൻ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ പൂർണ്ണമായി സഹകരിക്കുക. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ മുന്നോട്ട് പോകണം. പ്രതീക്ഷ കൈവിടരുത്. നന്നായി മുന്നോട്ട് പോവുക, നന്നായി വിജയിക്കുക. നിങ്ങളെല്ലാവരും വിജയിച്ച് കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഓരോ കുട്ടിയും ക്ലാസ് ഉള്ള ഓരോ ഒരുപാട് കുട്ടികൾ പിന്നെ ഈ നമ്മുടെ മുന്നത്തെ സെമസ്റ്ററുകളിലൊക്കെ അത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ അവരടക്കം എല്ലാവരും നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാംസ്, സപ്ലിമെൻ്ററി എക്സാംസ് ഒക്കെ ഇനി നിങ്ങൾക്ക് ചിലപ്പോൾ പലർക്കും എഴുതാനുണ്ടാവും. അതൊക്കെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുക, ഒരുങ്ങിയിട്ട് എഴുതുക. എല്ലാവരും നന്നായി വിജയിക്കട്ടെ. സോ ഞാനിത് കൺക്ലൂഷൻ അല്ല, ഞാനിത് ക്ലാസ്സിൻ്റെ ഒരു ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമാണ്. ക്ലാസ്സിലേക്ക് ഞാൻ തിരിച്ച് മടങ്ങുകയാണ്.
Okay, so ഇവിടെ ഇങ്ങനെ ഡിസ്കസ് നിർത്തിയത്. Okay, so linear phase realization. So in FIR system, for linear phase response, the impulse response should be symmetrical. That is, h of k is equal to h of n minus 1 minus k. The symmetry പറ്റിയാണ് നേരത്തെ പറഞ്ഞത് ഞാൻ. By using this symmetry condition, it is possible to reduce the number of multipliers required for the realization of FIR system. Required for the realization of FIR system. So FIR system stands for finite impulse response system. Now consider the transfer function of the FIR system. നമ്മൾ മുന്നേ എടുത്ത ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇക്വേഷൻ നമുക്ക് വീണ്ടും കൺസിഡർ ചെയ്യാം. നമ്മളിത് ഈ ക്ലാസ്സിൻ്റെ ഇനീഷ്യൽ ക്ലാസ്സിലാണ് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ സിസ്റ്റം നമ്മൾ ഡിസ്കസ് ചെയ്തത്. So here we have discussed the transfer function of the system h of z, so which is equal to sigma k is equal to 0 to n minus 1 bk z raised to minus k. So, and we have expanded this summation here. The next step, ഇവിടെ ഈ ടേമിനെ sigma k is equal to 0 to n minus 1 bk z raised to minus k. So which is the transfer function h of z, and you can expand this right hand side and write in this form, that is substituting k is equal to 0 to n minus 1, we get this expansion b0 plus b1 z raised to minus 1 plus b2 z raised to minus 2 and so on. So ഈ ഇക്വേഷൻ തന്നെ നമുക്ക് ഇവിടെ വീണ്ടും ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ FIR സിസ്റ്റം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ ഇക്വേഷൻ, അതായത് h of z is equal to sigma k is equal to 0 to capital N minus 1, ഇവിടെ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിലിവിടെ ബി കെ എന്നുള്ളത് ഇൻഡെക്സ് എച്ച് ആക്കിയിട്ട് ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് ബി കെ എന്നുള്ള ബി എന്നുള്ള ഇൻഡെക്സ് ബി എന്നുള്ള മാറ്റി ഇവിടെ എച്ച് ആക്കി നമ്മൾ. ഓക്കെ, അപ്പോൾ ബി കെക്ക് പകരമാണ് ഇവിടെ എച്ച്. സോ വേർ വി ക്യാൻ സേ ദാറ്റ് ബി കെ ഇസ് ഈക്വൽ ടു എച്ച്. സോ വി നോ ദാറ്റ് ബി കെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. യെസ്, ഇവിടെ ഇൻഡെക്സ് നൗ വി റീപ്ലേസ് ദ ഇൻഡെക്സ് ബൈ അത് എൻ ബൈ കെ, അത് ഓൾറെഡി അവിടെ എൻ ബൈ കെ എന്നുള്ളത് നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഇൻഡെക്സ് മാറ്റിയിട്ടുണ്ട്. ഇവിടെ എച്ച് ഓഫ് കെ എന്നുള്ള എച്ച് ഓഫ് എൻ ആക്കിയിട്ടുണ്ട്. അല്ല, എൻ എന്നുള്ളത് കെ ആക്കിയിട്ടുണ്ട്. ഇൻഡെക്സ് എന്നിനെ നമ്മൾ കെ ആക്കി മാറ്റി. അടുത്ത ഇക്വേഷൻ നമ്മൾ എഴുതുന്ന സമയത്ത് അങ്ങനെയാണ് മാറ്റിയിട്ടുള്ളത്. ഇവിടെ എച്ച് ഓഫ് കെ ആക്കി, എച്ച് ഓഫ് എന്നിന് പകരം. അപ്പോൾ ഇവിടെ നമുക്ക് എച്ച് ഓഫ് എൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ഇനി കൂടാതെ ഇവിടെ ഈ ബി കെ എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ മുന്നേ സബ്സ്റ്റിറ്റ്യൂഷനിൽ അത് എച്ച് ഓഫ് കെ എന്നാക്കിയിട്ടുണ്ട്. സോ സിംപിളി ഹിയർ ബി കെ ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് കെ. ഈ ഇക്വേഷൻ നമ്മൾ ഇനി ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്, ഈ സബ്സ്റ്റിറ്റ്യൂഷൻ. അതായത് ബി കെ ഈസ് ഈക്വൽ ടു എച്ച് ഓഫ് കെ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ജനറൽ ഇക്വേഷനിൽ എന്ന് പറയുന്നത് എച്ച് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു കെ സിഗ്മ കെ ഈസ് ഈക്വൽ ടു 0 ടു ക്യാപിറ്റൽ N minus 1 ബി കെ ഇസഡ് റൈസ് ടു മൈനസ് കെ. ദെൻ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് എച്ച് ഓഫ് കെ ഇൻസ്റ്റെഡ് ഓഫ് ബി കെ. സോ ദിസ് ബിക്കംസ് എച്ച് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു സിഗ്മ കെ ഈസ് ഈക്വൽ ടു 0 ടു ക്യാപിറ്റൽ N minus 1 എച്ച് ഓഫ് കെ ഇസഡ് റൈസ് ടു മൈനസ് കെ. അപ്പോൾ അത് നമ്മൾ ഇപ്പുറത്ത് റീറൈറ്റ് ചെയ്യാം. ഈ ഇക്വേഷൻ നമ്മൾ ഇവിടെ ബി കെക്ക് പകരം എച്ച് ഓഫ് കെ റീപ്ലേസ് ചെയ്തിട്ട് ഞാനിവിടെ എഴുതാൻ പോവാണ്.
ഇപ്പുറത്തോട്ട്. So rewriting this equation, we can write, so consider the transfer function of the system. Consider the transfer function of the system transfer function of the FIR system. Of the FIR system as per the equation. ഏതാ ഇക്വേഷൻ? പ്രീവിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ എടുത്ത നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്ത ആ ഇക്വേഷൻ നമ്പറാണ്. ഇവിടെ ഇത് ഇക്വേഷൻ നമ്പർ 3. സോ ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് ഇക്വേഷൻ നമ്പർ 3. സോ ഇവിടെ ഇത് വേണമെങ്കിൽ ടു എ എന്ന് കാണിച്ചേക്കാം. ഇക്വേഷൻ നമ്പർ 2a. അപ്പോൾ ഈ 2a ഇക്വേഷൻ നമ്പർ 2a അനുസരിച്ച്, അഥവാ ഇക്വേഷൻ നമ്പർ 3 or 2a അനുസരിച്ചാണ് നമ്മൾ ഇവിടെ ഇത് എഴുതാൻ പോകുന്നത്. ആസ് പെർ ദി ഇക്വേഷൻ നമ്പർ 3 or 2a we have when n is even, when capital N is even, comma h of z, capital H of z, which is the transfer function, is equal to sigma k is equal to 0 to capital N minus 1 h of k z raised to minus k, h of k z raised to minus k. ഇതാണ് നമുക്ക് അവിടെ കിട്ടിയ ഇക്വേഷൻ നമ്പർ 3 പ്രകാരം അല്ലെ ഇക്വേഷൻ നമ്പർ 2 പ്രകാരം ഉള്ള ഇക്വേഷൻ. ആ ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്തു. Then we can proceed with this. So in the case when you are considering n is even, when n is even, we can change this limit. കാരണം ഇവിടെ രണ്ട് കേസിനും ഒരു ഈ കേസിൽ ലിമിറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫ്രം 0 to capital N minus 1. സോ ഇതിൽ തന്നെ ഓഡ് ടേംസും ഈവൻ ടേംസും ഉണ്ട്. But now we are considering only the even terms. So in the next section, in the next case we will consider odd also. അപ്പോൾ ഇപ്പോൾ ഇത് ഈവൺ ആയ കേസിൽ ഈ ലിമിറ്റ് നമുക്ക് മാറ്റണം. k is equal to 0 to capital N minus 1 എന്നുള്ളത് that becomes k is equal to 0 to n by 2 minus 1. So which actually n by 2 minus 1 വരാൻ കാര്യം എന്ന് വെച്ചാൽ n ആയിരുന്നെങ്കിൽ ഇവിടെ ലിമിറ്റ് എന്ന് പറയുന്നത് n ആയിരുന്നെങ്കിൽ ദാറ്റ് 1 തൊട്ട് തുടങ്ങിയാൽ when k is equal to 1 തൊട്ട് തുടങ്ങിയാൽ the limit ends to n-ലായിരിക്കും തീരുക. ഇത് 0-ൽ ആരംഭിച്ചതുകൊണ്ടാണ് നമ്മൾ ലിമിറ്റ് ഇവിടെ n minus 1 എന്ന് എടുക്കാൻ കാര്യം. ഇനി ഇത് സപ്പോസ് k is equal to 1 ആയിരുന്നെങ്കിൽ ഇവിടെ ലിമിറ്റ് n ആണെങ്കിൽ ഈക്വൽ നമ്പർ ഓഫ് ഓഡ് ടേംസ് ഈവൻ ടേംസും ഉണ്ടാവും. അതായത് പകുതി ടേംസ് ഓഡ് ടേംസും പകുതി ടേംസ് ഈവൻ ടേംസും ആവും. അപ്പോൾ എന്തായിരിക്കും വരിക? k equal to 1 ആണെങ്കിൽ ഇവിടെ വരുന്നത് n divided by 2, ക്യാപിറ്റൽ divided by 2 എന്നായിരിക്കും വരിക അല്ലേ? പക്ഷേ ഇവിടെ k equal to 0 തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് n minus 1 ആണ്. അതുകൊണ്ട് അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ, അതിൻ്റെ മിഡിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി വരുന്ന ടേം എന്ന് പറയുന്നത് ലിമിറ്റ് എന്ന് പറയുന്നത് വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് n minus 1 divided by 2. So or that is simply rather than n minus 1 by 2, it is simply n divided by 2 minus 1 എന്നാക്കാം. n by 2 minus 1 എന്നാവും. ഓക്കെ, സോ n by 2 minus 1.
So therefore this is equal to sigma k is equal to 0 to n by 2 minus 1 h of k z raised to minus k. അപ്പോൾ അതിന് മാറ്റമൊന്നുമില്ല, അത് അങ്ങനെ തന്നെ h of k z raised to minus k. ഓക്കെ. ഇനി ഇവിടെ കൂടാതെ ഇവിടെ ഒരു ടേം എന്ന് പറയുന്നത് n/2 0 to n/2 മൈനസ് 1 കൂടാതെ അഡീഷണൽ ആയിട്ട് നമുക്കിവിടെ ഒരു ടേം കൂടെ വരും. അതായത് ദാറ്റ് ഈസ് ഫ്രം പ്ലസ് സിഗ്മ k is equal to n/2 to n minus 1. അപ്പോൾ ഇതാണ് നമ്മുടെ ഈവൺ ടേം എന്ന് പറയുന്നത്. അതായത് ഓടും ഈവണായിട്ട് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് അപ് ടു ലിമിറ്റ് നമ്മൾ 0 to n-1 എന്നുള്ളത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഒന്ന് സിഗ്മ k ഈക്വൽ ടു 0 to n/2 മൈനസ് 1 എന്നും, അടുത്തത് n/2 മൈനസ് 1 കഴിഞ്ഞാൽ തൊട്ടടുത്ത നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് n/2 ആണ് അല്ലേ, n/2 മൈനസ് 1. സോ therefore the next term will be n/2. So we are starting the limit from n/2 here. So k is equal to n/2 to last term. So here ഇവിടെ ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ n-1 ആണ്. സോ n-1. സോ h of k z raised to minus k. Okay. So now let us take a substitution. ഇവിടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഇക്വേഷൻ സിമ്പിൾ ആക്കാനായിട്ട് let us take some substitutions. So let m is equal to, let small m is equal to n minus 1 minus k, n minus 1 minus k, comma therefore k is equal to, so നമുക്ക് ഇവിടെ നിന്ന് എന്തെടുക്കാം, k is equal to എങ്ങനെ ആക്കാം, റീഅറേഞ്ച് ചെയ്യാം അല്ലേ. m is equal to സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ നമ്മൾ m is equal to n minus 1 minus k ആണെങ്കിൽ what is k equal to, ഇവിടുന്ന് ഈ ടേംസിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകാം അല്ലേ. സോ therefore k is equal to n minus 1 മൈനസ് m. അതായത് മൈനസ് കെനെ നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുന്നു, ഇവിടെ പ്ലസ് എമ്മിനെ നമ്മൾ റൈറ്റിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ മൈനസ് കെ ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ദാറ്റ് ബിക്കംസ് പ്ലസ് കെ, പ്ലസ് എം റൈറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ദാറ്റ് ബിക്കംസ് മൈനസ് എം. സോ therefore k is equal to capital N minus 1 minus m. Okay, so when k is equal to capital N divided by 2, comma m is equal to, ഇപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക, ഇവിടെ k is equal to എന്ന് പറയുന്നത് n/2 ആണെങ്കിൽ we can substitute here instead of k. So that become m equal to n minus 1 minus n/2, capital n/2. So when m is equal to n minus 1 minus n/2 ഇങ്ങനെ കിട്ടും. സോ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ കോമൺ n ഉണ്ട്, n/2 ഉണ്ട്. സോ യു ക്യാൻ ടേക്ക് ദ LCM. സോ ദിസ് ബിക്കംസ് n മൈനസ് n/2 ഇസ് n/2. LCM എടുക്കാതെ തന്നെ നമുക്ക് പറയാം 1n മൈനസ് ഹാഫ് n എന്ന് പറയാം അല്ലേ. 1n മൈനസ് ഹാഫ് n ഓർ n മൈനസ് n/2 ഈസ് സിംപ്ലി n/2. സോ ദിസ് ബിക്കംസ് n/2 മൈനസ് 1 ഈക്വൽ ടു n/2 minus 1. So when k is equal to n minus 1, കാരണം ഇതൊക്കെ ഈ സ്റ്റെപ്പിൽ ലിമിറ്റ് നമുക്ക് സിംപ്ലിഫിക്കേഷൻ ആവശ്യമുണ്ട് സമ്മേഷൻ എടുക്കുന്ന സമയത്ത്, അതുകൊണ്ട് ഇവിടെ നമ്മൾ നേരത്തെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ചെയ്ത് വയ്ക്കുകയാണ്. when k is equal to n minus 1, m is equal to, ഇപ്പോൾ m എന്താണ് ഇവിടെ വീണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, kക്ക് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. m is equal to n minus 1 minus kക്ക് പകരം n minus 1 എന്നിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ we get m is equal to capital N minus 1 minus of n minus 1. So which is, can cancel these terms here, plus n then minus n, ഇവിടെ മൈനസ് ബ്രാക്കറ്റിലേക്ക് പോകുമ്പോൾ മൈനസ് n ആവും, then minus 1, then minus into minus plus 1 ആവും. So this will cancel. So the result answer is 0. So that is 0. Then using these equations, so equation number, mark this as equation number
So this is equation number 8. Take this as equation number 8. And equation number, next is equation number 9. ഇവിടെ വേറെ ഇക്വേഷൻ കൂടെ ഇവിടെ ആവശ്യമുണ്ട്. ഇക്വേഷൻ നമ്പർ 9 എന്നുള്ളത് ഈ സ്റ്റെപ്പ് ആക്കാം. Equation number 9. Then take this as equation number 10. Okay, so let us proceed. So using equation number 10 and 9, using equation number 10 and equation number 9, ഇതാണ് equation number 9, ഇതാണ് equation number 10. So using these two equation, in equation number equation number 8, equation number 8. So using equation number 10, 9 and 10, in equation number 8, okay, so you can make the substitution. Okay, you can write using equation number 9 and 10 in equation number 8. Equation number 8. The equation number 8, equation 8 can be written as capital H of Z is equal to, capital H of Z is equal to sigma k is equal to 0 to n by 2 minus 1 h of k is raised to minus k plus sigma k is equal to ഇവിടെ n by 2 സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ നടത്തണം. m എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ നടത്താം. ഈ സ്ഥലത്ത് ഇവിടെ m is equal to 0 എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഇവിടെ നടത്താം. ഇവിടെ when k is equal to n minus 1, then m is equal to 0. അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ വരുത്താം. then so here we can write substitute in this equation. So this part will be changed. അപ്പോൾ ഇവിടെ k is equal to 0 to is equation number 8 h of z is equal to k sigma k is equal to 0 to n by 2 minus 1 h of k is raised to minus k plus k is equal to n by 2 എന്നുള്ള സ്ഥലത്ത് നമുക്കിവിടെ n by 2 ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് n by 2 minus 1 ആണ്. that becomes n by 2 minus 1
ആൻഡ് n മൈനസ് 1 എന്നുള്ള സ്ഥലത്ത് ഇവിടെ ലിമിറ്റ് n മൈനസ് 1 ഉണ്ട്. ഈ n മൈനസ് 1 എന്നുള്ള ലിമിറ്റിൻ്റെ സ്ഥലത്ത് ദാറ്റ് ബിക്കംസ് m ഈസ് ഈക്വൽ ടു 0. സോ റാദർ ദാറ്റ് വിൽ ബി ലിമിറ്റ് ഫ്രം വിൽ ബി സ്റ്റാർട്ട് ഫ്രം 0 ടു ലിമിറ്റ് തിരിച്ചിടാം. സമ്മേഷൻ ആകുമ്പോൾ നമുക്ക് ഏത് ഓർഡറിലും സം ചെയ്യാം. ഇപ്പോൾ 1 + 2 + 3 എന്ന് എഴുതുന്നത് തന്നെയാണ് 3 + 2 + 1. അപ്പോൾ അതുകൊണ്ട് ലിമിറ്റ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും അവിടെ സമ്മേഷൻ ആൻസർ റിസൾട്ട് സെയിം. അതുകൊണ്ട് 0 ടു n/2 - 1 എന്നുള്ളത് എഴുതാം. സോ വി ക്യാൻ റൈറ്റ് h of z is equal to capital H of z is equal to ഈ ഇക്വേഷൻ നോക്കി എഴുതാം. capital H of z capital H of z is equal to ഇവിടെ equal to ഇതാണ് sigma k equal to 0 to n capital N minus 1 h of k z raised to minus k, which is sum of two terms, that is sigma k is equal to 0 to n/2 minus 1 h of k z raised to minus k plus sigma k is equal to n/2 to n minus 1 h of k z raised to minus k. അപ്പോൾ ഈ ടേമിൽ ഇത് ഇങ്ങനെ തന്നെ എഴുതിയിട്ട് ഫസ്റ്റ് സമ്മേഷൻ ഈ രണ്ട് സമ്മേഷനിലും ആദ്യത്തെ നമുക്ക് ഇങ്ങനെ തന്നെ എടുത്തെഴുതാം, രണ്ടാമത്തേൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി എഴുതാം. ഈ പറയുന്ന n/2ക്കും n minus 1 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി എഴുതാം. ഓക്കെ, സോ ദാറ്റ് ഈസ് h of z is equal to sigma k is equal to 0 to n/2 minus 1 h of k z raised to minus k. ഫസ്റ്റ് പാർട്ട് നമ്മൾ എഴുതി, ദാറ്റ് ഈസ് k is equal to 0 to n/2 minus 1 h of k z raised to minus k plus second term plus sigma ഇവിടെ ലിമിറ്റ് സോ സ്റ്റാർട്ട് ഫ്രം k is equal to n/2 to n minus 1. സോ n/2 to n minus 1. അപ്പോൾ ഞാൻ n/2 to n minus 1 എന്നുള്ളത് n minus 1 ആദ്യം എടുത്തിട്ട് n/2 ഇവിടെ എഴുതാം. അപ്പോൾ ദാറ്റ് ബിക്കംസ് ലിമിറ്റ് വിൽ ബി ചേഞ്ചിങ് ഫ്രം ഹിയർ changing from m is equal to, so change the k index to m index. k എന്നുള്ളത് മാറ്റി ഇവിടെ m എന്ന് എടുക്കുക. ഇവിടെ k മാറ്റി m ആക്കി. ഇവിടെ ഈ ഇക്വേഷനിലല്ല, ഈ സ്റ്റെപ്പിൽ ഈ ഇക്വേഷനിൽ ഇവിടെ k equal to n/2 എന്നുള്ള ഇവിടെ k എന്നുള്ളത് നമ്മൾ m എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ k n/2 ആവുന്ന സമയത്ത് m എത്രയാണെന്നുള്ളത് നമുക്ക് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. k n/2 ആവുന്ന സമയത്ത് m equal to n/2 minus 1 ആണ്. ഇനി k n minus 1 ആവുന്ന സമയത്ത് m എന്ന് പറയുന്നത് k n minus 1 ആവുന്ന സമയത്ത് m എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇവിടെ m-ൻ്റെ ലിമിറ്റ് ദാറ്റ് ഈസ് ഫ്രം 0 to n/2 minus 1 n/2 minus 1. ഓക്കെ, n/2 minus 1. ഇനി ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. അതായത് ഈ പറയുന്ന h of kയും ആ kക്ക് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. kക്ക് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. അതുപോലെ ഇവിടെ raised to minus k, ഈ kക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് നടത്താം. അവിടെ k നമ്മൾ എടുത്തിരിക്കുന്നത് k is equal to ഇവിടെ എടുത്തിട്ട് k is equal to n minus 1 minus m എന്നാണ്. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് k is equal to n minus 1 minus m എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അവിടെ എന്ത് സംഭവിക്കും ഇവിടെ h of k എന്ന് പറയുന്നത് ദാറ്റ് ഈസ് h of n minus 1 minus m. അതുപോലെ z raised to minus k എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മൈനസ് ഓഫ് n minus 1 minus m ആവും അല്ലേ. So substitute here, that is equal to h of z equal to ഇവിടെ തന്നെ എഴുതാം. Hello, somebody is other than the students are there in the class. Actually this class is on electronics, so this is for BSc electronics students. I am using Omelette Arcade. Maybe somebody using the game may be seeing the video or might be finding this video, my YouTube live video. So please excuse, this is only for students
and today some of them are present, but the video will be available offline. So since this is a lengthy video, it's very comfortable to use YouTube Live. So thanks for the cooperation. So ഇവിടെ k is equal to n by 2 to n minus 1 ഉള്ളത് അവിടെ ലിമിറ്റ് മാറി m is equal to 0 to n by 2 minus 1 ആയി. ദെൻ ഇവിടെ h of k എന്നുള്ള സ്ഥലത്ത് kക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തണം. z raised to minus k ഈ kക്കും സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തണം. kയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ k equal to n minus 1 minus m ആണ്. സോ ദാറ്റ് ഈസ് h of n minus 1 minus m z raised to minus of capital N minus 1 minus m. Okay. So now on replacing m by k, നമുക്കിവിടെ സൗകര്യാർത്ഥം ഈ m എന്നുള്ള ഇൻഡെക്സ് നമുക്കിവിടെ ഓൾറെഡി നമ്മൾ k കോമൺ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. വി ക്യാൻ ചേഞ്ച് ദിസ് ഇൻഡെക്സ് m ടു ബാക്ക് ടു k. ഇത് kയിലേക്ക് നമുക്ക് മാറ്റാം. അഗൈൻ വി ക്യാൻ റൈറ്റ് ഓൺ റീപ്ലേസിങ് m by k in equation we can mark this equation as equation number 11. In equation number 11, so replacing m by k in equation number 11, we can write h of z is equal to capital H of z is equal to sigma k is equal to 0 to n by 2 minus 1 h of k അതങ്ങനെ തന്നെ എഴുതാം, അവിടെ ചേഞ്ച് ഒന്നുമില്ല. z റൈസ് ടു മൈനസ് k പ്ലസ് സിഗ്മ ഇവിടെ ഇൻഡെക്സ് m ഈക്വൽ ടു 0 എന്നുള്ള മാറ്റി ഇൻഡെക്സ് m മാറ്റി k ആക്കിയത് വ്യത്യാസം. കാരണം ദീസ് ആർ മിയർലി ആൽഫബറ്റ്സ്. m എന്ന് പറയുന്നതും k എന്ന് പറയുന്നതും ദീസ് ആർ any two alphabets. So ഇവിടെ m എന്ന് എഴുതിയാലും it is meaningful, k എന്ന് എഴുതിയാലും അത് meaningful ആണ്. So we can substitute k is equal to 0 to n by 2 minus 1 h of അവിടെ അത് തന്നെ പ്രീവിയസ് ടേം തന്നെ ഇവിടെ എഴുതാം. that is n minus 1 minus m z raised to minus of n minus 1 minus m. സോറി ഇവിടെ എം ഇവിടുത്തെ എം നമ്മൾ മാറ്റണം. സോ ഈ എം കൂടെ മാറ്റാം. സോ ദിസ് ഇസ് n മൈനസ് 1 മൈനസ് k ആവും. എം മാറ്റിയത് k ആക്കാം. സോ റീപ്ലേസിങ് m by k, we can substitute h of n minus 1 minus m as n minus 1 minus k. Z raised to minus of n minus 1 minus m will be seen to minus of z raised to n minus 1 minus k. Okay. So next step, we have but due to similarity or due to symmetry conditions, we have a symmetry condition in the initial section. We have assumed that is in a FIR system for linear phase response, the impulse response should be symmetrical. By symmetry, due to symmetry conditions, h of k is equal to h of capital N minus 1 minus k. h of k is equal to h of capital N minus 1 minus k. So this similar angle, we can take this
h of capital N minus 1 minus k equal to h of k. അപ്പോൾ ഇവിടെ ഇതിന് പകരം h of n minus 1 minus k ക്ക് പകരം h of k എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So we can substitute this h of n minus 1 minus k as h of k. So writing in the next equation, the next step, since h of k is equal to h of capital N minus 1 minus k, we can write h of z equal to sigma k is equal to 0 to n by 2 minus 1. അവിടെ മാറ്റമൊന്നുമില്ല. പ്രീവിയസ് ടേം അത് തന്നെ, ഈ ടേമിന് മാറ്റമൊന്നുമില്ല. h of z is equal to sigma k is equal to 0 to n by 2 minus 1 h of k z raised to minus k. So sigma k is equal to 0 to n by 2 minus 1 h of k z raised to minus k. h of k z raised to minus k plus sigma k is equal to, next term എന്ന് പറയുന്നത് എന്താണ് അവിടെ, അത് ലിമിറ്റ് എന്ന് പറയുന്നത് k is equal to 0 to n by 2 minus 1 ആണ്. അപ്പോൾ n by 2 minus 1 ആണ്. അപ്പോൾ അവിടെ നമ്മൾ ആ കണ്ടീഷൻ അങ്ങനെ തന്നെ കൊടുക്കാം. സിഗ്മ k is equal to n by 2 minus 1. പക്ഷേ ഇവിടെ h of n minus 1 minus k ക്ക് പകരം we can take this as h of k. ഇത് സെയിം തന്നെ, ഇൻറ്റു z raised to minus of n minus 1 minus k. That is sigma k is equal to 0 to n by 2, ഇവിടെ ചേഞ്ച് ഒന്നുമില്ല, n by 2 minus 1. അടുത്താണ് ചേഞ്ച്, h of n minus 1 minus k ക്ക് പകരം we can write that as h of k into z raised to minus of, അവിടെ ചേഞ്ച് ഒന്നുമില്ല, minus of n minus 1 minus k. Okay, so now this is equal to sigma k is equal to 0 to ഇവിടെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ h of k എന്നുള്ളത് അതുപോലെ ഈ സമ്മേഷൻ k is equal to 0 to n by 2 minus 1 എന്നുള്ളതും h of k എന്ന് പറയുന്നതും ഇത് രണ്ടും ഈ ടേം രണ്ടിലും കോമൺ ആണ്. സോ യു ക്യാൻ ടേക്ക് ദിസ് സിഗ്മ k equal to 0 to n by 2 minus 1 h of k as common factor. So sigma k is equal to 0 to n by 2 minus 1 h of k into z raised to minus k plus z raised to minus of n minus 1 minus k. Close the bracket. So mark this as equation number number 12. Question number 12. Okay. So using this equation, that is equation number 12, can draw the direct form structure for linear phase FIR system with least number of multipliers. So when n is even. So അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇത് ഇംപ്ലിമെൻറ്റേഷൻ ആണ്. ഇംപ്ലിമെൻറ്റേഷന് മുമ്പേ നമുക്ക് അതിൻ്റെ ടേംസ് ഒന്നുകൂടെ ക്ലിയർ ആക്കിയിട്ട് ഇംപ്ലിമെൻറ്റേഷനിലേക്ക് പോകാം. സോ ദി ഇക്വേഷൻ number 12, equation number 12 can be used to construct the direct
form structure of a linear phase FIR system with a minimum number of multipliers. So when capital N is E1. So ഇവിടെ ഈ ഇക്വേഷൻ നമുക്ക് റീറൈറ്റ് ചെയ്യാം. ഇവിടെ h of z. So what is h of z? It is the transfer function. h of z is equal to output divided by input, that is y of z divided by x of z is equal to ഈ ഇക്വേഷൻ തന്നെ നമുക്ക് എഴുതാം. That is k is equal to 0 to n by 2 minus 1 h of k z raised to minus k plus z raised to minus of n minus 1 minus k. So അടുത്ത സ്റ്റെപ്പിൽ let h of z, which is the transfer function, h of z is equal to y of z, that is output, divided by input x of z equal to, repeat the same equation on the right hand side. ഇതേ ഇക്വേഷൻ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം അപ്പുറത്ത്. സോ ദാറ്റ് ഈസ് equal to sigma k is equal to 0 to n by 2 minus 1 h of k z raised to minus k plus z raised to minus of n minus 1 minus k. Okay. സോ ഇവിടെ നിന്നപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഈ y of z by x of z ആണെന്നെങ്കിൽ വാട്ട് വിൽ ബി y of z? സോ മൾട്ടിപ്ലൈ ദിസ് x of z. സോ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് x of z നേരെ ന്യൂമറേറ്ററിലേക്ക് പോകും. സോ y of z ഇവിടെ ഡിവൈഡഡ് ബൈ 1 എന്നാണ്. സോ y of z ഡിവൈഡ് ബൈ 1, y of z ഇൻറ്റു 1 y of z ഇസ് ഈക്വൽ ടു x of z റൈറ്റിലേക്ക് കൊണ്ടുപോയാൽ ഇതുമായിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗെറ്റ് സിഗ്മ k is equal to 0 to n by 2 minus 1 h of k z raised to minus k plus z raised to minus of n minus 1 minus k into x of z. So that is, therefore y of z is equal to sigma k is equal to 0 to n by 2 minus 1 h of k into z raised to minus k plus z raised to minus of n minus 1 minus k. Close the bracket into x of z അല്ലേ, കാരണം ഈ x of z നെയാണ് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയത്. സോ ഇൻറ്റു x of z. സോ വിച്ച് ഈസ് ഈക്വൽ ടു sigma k is equal to 0 to n by 2 minus 1. ഇവിടെ നമുക്ക് x of z നെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിലേക്ക് സ്പ്ലിറ്റ് ഈ ടൈമിലേക്ക് രണ്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടുന്നത് z raised to minus k into x of z plus z raised to minus of n minus 1 minus k into x of z എന്ന് കിട്ടും. അപ്പോൾ അതിന് കോമൺ ഫാക്ടർ എടുക്കുന്നതിന് നമുക്കത് നേരെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് h of k ഇൻറ്റു, അത് കോമൺ ഫാക്ടർ അതിനെ നിർത്തുന്നു, ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പക്ഷേ x of z മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് z raised to minus k capital X of z raised to minus k x of z plus z raised to minus of n minus 1 minus k into capital X of z. So it's equal to
ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. k is equal to 0 തൊട്ട് n by 2 minus 1. So when k is equal to 0, this becomes h of 0 z raised to 0 x of z. So that is z raised to 0 is 1. So therefore x of z plus z raised to n minus 1 minus 0. So it is minus of n minus 1 x of z. So write down this is equal to expanding this summation. So apply this k limit k is equal to 0 to n by 2 minus 1 in these terms. Okay, and also here we get h of 0 into z raised to minus 0. അപ്പോൾ 0 തന്നെ z raised to 0 now that becomes 1. So 1 എന്ന് എടുക്കാം. So 1 into x of z, that is capital X of z, plus z raised to minus of n minus 1 minus 0. So that is 0. അപ്പോൾ that is minus of n minus 1 only. Okay. Capital X of into capital X of z. Okay. Plus when k is equal to 1, we have z raised to minus 1 x of z plus z raised to minus of n minus 1 minus 1 again. So minus 1 becomes minus 2. So this is minus of n minus 2 x of z. So here that is plus h of 1 plus h of 1 z raised to minus 1 x of z plus z raised to minus of n minus 2 minus 2 capital X of z plus etc. ഇങ്ങനെ ജനറൽ ടേം ഇപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ടേം നമുക്ക് ആദ്യം എഴുതാം. സോ പ്ലസ് എക്സെട്ര. ഇപ്പോൾ ലാസ്റ്റ് ടേം എഴുതിയിട്ട് ഞാൻ പിന്നെ ഫസ്റ്റ് ടേം എഴുതാം, സെക്കൻഡ് ലാസ്റ്റ് ടേം എഴുതാം. സോ ലാസ്റ്റ് ടേം പ്ലസ് ഇവിടെ എഴുതിയിട്ട് സ്ഥലം വിടുകയാണ്. ഇവിടെ ഇത് ലാസ്റ്റ് ടേം എഴുതിയാൽ നമുക്ക് സെക്കൻഡ് ലാസ്റ്റ് ടേം എഴുതാൻ എളുപ്പം ഉണ്ടാവുള്ളൂ. സോ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? സോ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് വെൻ k is equal to n by 2 minus 1 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തേണ്ടത് kക്ക് h of k എന്ന് പറയുന്നത് n by 2 minus 1 ആണ്. സോ ദാറ്റ് ബിക്കംസ് h of n by 2 minus 1 z raised to minus of n by 2 minus 1 x of z plus z raised to minus of n minus 1 minus n by 2 minus 1 ആവും. അപ്പോൾ അവിടെ സിംപ്ലിഫൈ ചെയ്യുക. മൈനസ് n by 2, n ൽ നിന്നും n by 2 പോയാൽ we get remaining n by 2 and this minus 1 becomes minus 2. So minus of n by 2 ഇവിടെ minus 1 ആയതുകൊണ്ട് minus of minus becomes plus. So ഇവിടെ that becomes minus 1. നമുക്കതൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം. So we can substitute and find out. So when ഇവിടെ ചെറിയ വർക്കിംഗ് കോളം സ്പേസ് ഇതാണ്. So that is when k is equal to n by 2 minus 1, ഫസ്റ്റ് പാർട്ട് കുഴപ്പമില്ല. z raised to minus of n by 2 minus 1 x of z, അത് ക്ലിയർ ആണ്. ഇവിടെ അടുത്തതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് what is minus of n minus 1 minus kക്ക് പകരം n by 2 minus 1 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദാറ്റ് ഈസ് minus of n by 2
മൈനസ് 1 കിട്ടും, ഇങ്ങനെ കിട്ടുക അല്ലേ. സോ മൈനസ് ഓഫ് n ബൈ 2 മൈനസ് 1 എന്നുള്ളത് ദാറ്റ് ഈസ് മൈനസ് ഓഫ് n മൈനസ് 1, പിന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ n ബൈ 2 മൈനസ് n ബൈ 2 കിട്ടും. ഇവിടെ ഒരു മൈനസും ഇവിടെ ഒരു മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. സോ ദാറ്റ് ബിക്കംസ് പ്ലസ് 1 എന്ന് കിട്ടും. ഓക്കെ, സോ ഇനി n മൈനസ് n ബൈ 2 എന്നുള്ളത് n ബൈ 2 കിട്ടും, n ബൈ 2 എന്ന് കിട്ടും. ദെൻ മൈനസ് 1 പ്ലസ് 1 ക്യാൻസൽസ് ഔട്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഈ മൈനസ് 1ഉം ഈ പ്ലസ് 1ഉം കൂടെ ക്യാൻസൽ ചെയ്യും. n മൈനസ് n ബൈ 2 എന്നുള്ളത് എന്ത് കിട്ടും, അത് നേരെ n ബൈ 2 എന്ന് കിട്ടും. So this becomes equal to minus of n minus n by 2 എന്നുള്ളത് what is 1n minus half n എന്നാണ് അതിൻ്റെ മീനിങ്. സോ ദാറ്റ് ഈസ് സിമ്പിൾ. അല്ലെങ്കിൽ LCM എടുത്താൽ എളുപ്പമാണ്. 2 into n 2n minus n by 2 which is n by 2 is n by 2 n by 2 n by 2. So that is simply n by 2. So equal to minus n by 2. ഇവിടെ ലിമിറ്റ് നമുക്ക് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ലാസ്റ്റ് ടേമിൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ എച്ച് ഓഫ് ആദ്യം കിട്ടുന്നത് വെൻ n ഈക്വൽ ടു n ബൈ k ഈസ് ഈക്വൽ ടു n ബൈ 2 മൈനസ് 1. ഇത് എന്ത് കിട്ടും, z റൈസ് ടു മൈനസ് ഓഫ് n ബൈ 2 മൈനസ് 1 കിട്ടും. മൈനസ് ഹോൾ ഓഫ് ഓർ ബ്രാക്കറ്റ് n ബൈ 2 മൈനസ് 1 എന്ന് എഴുതാം അല്ലേ, എക്സ് ഓഫ് z. രണ്ടാമത്തെ ടേമിലാണ് ഇവിടെ ഈ സിംപ്ലിഫിക്കേഷൻ വരുന്നത്. z റൈസ് ടു മൈനസ് n ബൈ 2 എന്ന് കിട്ടും അല്ലേ. z റൈസ് ടു മൈനസ് n ബൈ 2 എക്സ് ഓഫ് z എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് ലാസ്റ്റ് ടേം h of n by 2 minus 1 into സ്ഥലം കൂടെ വേണം ഇവിടെ ഇൻറ്റു z റൈസ് ടു മൈനസ് ഓഫ് ജസ്റ്റ് നോക്കാം. z റൈസ് ടു ഇവിടെ കിട്ടുന്നത് എന്താണ്, ഇവിടെ z റൈസ് ടു മൈനസ് k എന്നുള്ള സ്ഥലത്ത് k ഈക്വൽ ടു n ബൈ 2 മൈനസ് 1. സോ z റൈസ് ടു മൈനസ് ഓഫ് n ബൈ 2 മൈനസ് 1 എന്ന് കിട്ടും എക്സ് ഓഫ് z. z റൈസ് ടു മൈനസ് ഓഫ് n by 2 മൈനസ് 1 ക്യാപിറ്റൽ എക്സ് ഓഫ് z പ്ലസ് z റൈസ് ടു രണ്ടാമത്തെ ആ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ നടത്തിയത് ഇവിടെ യൂസ് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന സിംപ്ലിഫിക്കേഷൻ ഇവിടെ ഈ സിംപ്ലിഫിക്കേഷൻ ഇവിടെ നമുക്ക് കിട്ടുന്നത് ആക്ച്വലി എന്താണ്, k is equal to n by 2 minus 1 എന്നുള്ള ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് n മൈനസ് ഓഫ് n മൈനസ് 1 മൈനസ് ഓഫ് n by 2 മൈനസ് 1 അതാണ് ഇവിടെ സിംപ്ലിഫൈ ചെയ്തത്. അപ്പോൾ നമുക്കത് കിട്ടിയത് മൈനസ് n by 2 എന്നാണ്. സോ ദിസ് ബിക്കംസ് z റൈസ് ടു മൈനസ് ഇൻറ്റു മൈനസ് തന്നെ, ഇവിടെ അത് മൈനസ് തന്നെ എടുത്തേക്കുന്നത്. അപ്പോൾ മൈനസ് n by 2 തന്നെ വരും. സോ z റൈസ് ടു മൈനസ് n by 2 ക്യാപിറ്റൽ എക്സ് ഓഫ് z. z റൈസ് ടു മൈനസ് n by 2 ക്യാപിറ്റൽ എക്സ് ഓഫ് z. ഓക്കെ, സോ നൗ വി നോ ദാറ്റ് h of k is equal to bk. നമ്മൾ നേരത്തെ സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്തിട്ടുണ്ട്. h of k is equal to bk എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ തുടക്കത്തിലേ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് വീണ്ടും ആവശ്യമുണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. സോ h of k is equal to bk, bk is equal to h of k or h of k is equal to bk. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഇക്വേഷൻ എടുക്കാം. സോ ദാറ്റ് ഈസ് ഫ്രം 2a, ഇക്വേഷൻ നമ്പർ 2a.
from 2a we know that h of k is equal to bk. h of k is equal to bk. So therefore നമുക്ക് ഈ പ്രീവിയസ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് പ്രീവിയസ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്രീവിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ് ഈ ഇക്വേഷൻ. ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇക്വേഷൻ y of z ഈക്വൽ ടു y of z, ക്യാപിറ്റൽ y of z ഈക്വൽ ടു h of 0 x of z 1 plus z raised to minus of n minus 1 x of z plus h of 1 z raised to minus 1 capital X of z plus z raised to minus of n minus 2 capital X of z plus etc. plus h of n by 2 minus 1 z raised to n by 2 z raised to minus of n by 2 minus 1 x of z plus z raised to n minus n by 2 x of z. അപ്പോൾ ഇത് ലാസ്റ്റ് ടേം ആണിത്. സോ ഈ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് വെൻ n ഈക്വൽ ടു n by 2 minus 1 ആകുന്ന സമയത്ത്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് തൊട്ട് പ്രീവിയസ് ടേം, ഈ ടേമിൻ്റെ തൊട്ട് പ്രീവിയസ് ടേം എന്തായിരിക്കും അതും കൂടെ നമുക്കിവിടെ എഴുതാം. ഇവിടെ n by 2 minus 1 ആണ് ലാസ്റ്റ് ടേം എങ്കിൽ അവിടെ തൊട്ട് പ്രീവിയസ് ടേം എന്ന് പറയുന്നത് n by 2 minus 2 ആയിരിക്കും. സോ n by 2 minus 1 ആണ് ലാസ്റ്റ് ടേം എങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് n by 2 minus 2 ആണ് അല്ലേ. ഇതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുന്നതായിരിക്കും തൊട്ട് പ്രീവിയസ് ടേം എന്ന് പറയുന്നത്. സോ ദിസ് ബിക്കംസ് h of n by 2 minus 2 z raised to again n by 2 minus 2 x of z. then ഇവിടെ n minus n by 2 ആണ് ഇതിൻ്റെ ഈ ടേമുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ ഇതെന്താണ് n by 2 minus 1 ആണ്. നെക്സ്റ്റ് n by 2 ആണെങ്കിൽ ഇവിടെ n by 2 minus 2 വന്നാൽ ഇതെന്തായിരിക്കും ഒന്ന് അതിനേക്കാൾ കൂടുതൽ വരണം. അപ്പോൾ ദാറ്റ് ബിക്കംസ് n by 2 minus n by 2 minus 2 എന്നുള്ളത് ദാറ്റ് ബിക്കംസ് n by 2 പ്ലസ് 1 ദാറ്റ് ബിക്കംസ് ഇവിടെ ടേം എന്തായിരിക്കും n by 2 പ്ലസ് 1. കാരണം ഇതിനേക്കാൾ ഒന്ന് കുറവ് ഇതാണ് അല്ലേ. അപ്പോൾ ഒന്ന് ഇവിടെ ഇതിനേക്കാൾ ഒന്ന് ഇത് കൂടുതലാണെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ n by 2 minus 1 ആണെങ്കിൽ ഇവിടെ കിട്ടുന്ന ടേമെങ്കിൽ സോറി n by 2 minus 2 ആണ് ഇവിടെ കിട്ടുന്ന ടേമെങ്കിൽ തൊട്ട് സെക്കൻഡ് ലാസ്റ്റ് ഇവിടെ ഈ അടുത്ത ടേം എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി n by 2 പ്ലസ് 1. So that is the second last term is h of n by 2 minus 2 into z raised to minus of n by 2 minus 2 z raised to n by 2 minus 2 capital X of z into capital X of z plus z raised to
z raised to minus of n by 2 plus 1 capital X of Z. ഇവിടെ ഇച്ചിരി സ്ഥലം കുറഞ്ഞു പോയി, കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം അടുത്തത്. സോ ഫ്രം 2a വി നോ ദാറ്റ് എച്ച് കെ ഇസ് ഇക്വൽ ടു ബി കെ. അത് ഈ പറയുന്ന തൊട്ട് പ്രീവിയസ് ഇക്വേഷനിൽ y ഓഫ് z ഇസ് ഇക്വൽ ടു h ഓഫ് 0 ഈ എൻ്റയർ ടേംസ് ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അവിടെ h ഓഫ് 0 എന്ന് പറയുന്നത് ദാറ്റ് ബിക്കംസ് b ഓഫ് 0 അല്ലേ, ബി ഓഫ് 0 എന്നല്ല b0 എന്ന് വരും. h ഓഫ്, കാരണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, h ഓഫ് k ഇസ് ഇക്വൽ ടു ബി കെ, ബി സഫിക്സ് k ആണ്. സോ h ഓഫ് 0 എന്നുള്ളത് ദാറ്റ് ബിക്കംസ് b സഫിക്സ് 0, h ഓഫ് 0 ബിക്കംസ് b സഫിക്സ് 0, h ഓഫ് 1 b സഫിക്സ് 1, h ഓഫ് 2 b സഫിക്സ് 2, സോ ഓൺ. അപ്പോൾ ഇവിടെ ഈ ടേംസിനെ നമുക്ക് b0 b1 b2 ആ നൊട്ടേഷൻ വെച്ച് റീപ്ലേസ് ചെയ്യാം. y ഓഫ് z അവിടെ സെയിം ആണ്, ബാക്കിയുള്ള ടേംസിലൊന്നും വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല, അത് അങ്ങനെ തന്നെ എഴുതാം. So this is equal to, therefore we can write, therefore y of z is equal to b naught b0 b suffix 0 capital X of z plus z raised to minus of n minus 1. അവിടെ വ്യത്യാസമൊന്നുമില്ല, അത് പ്രീവിയസ് എന്താണോ എഴുതിയത് തന്നെ നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. z raised to minus of n minus 1 x of z plus h of 1 എന്നുള്ളത് b1 എന്നാവും, b സഫിക്സ് 1, z raised to minus 1 ഇതൊക്കെ അത് തന്നെ, x of z plus z raised to minus of n minus 2 x of z plus etc. അങ്ങനെ സെയിം n minus 1 capital X of z capital X of z plus b1 z raised to minus 1 capital X of z plus z raised to minus of n minus 2 is minus of n minus 2. n minus 2 capital X of z plus etc. plus second last term plus etc. plus b n by b suffix n by 2 minus സ്ട്രീം ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ആയിരുന്നു, വലിയ പ്രോബ്ലം വന്നില്ല, കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ബി എൻ ബൈ 2 മൈനസ് 2 ഇസഡ് റൈസ് ടു മൈനസ് ഓഫ് എൻ ബൈ 2 മൈനസ് 2 എക്സ് ഓഫ് ഇസഡ്. ഈ ടേമിനൊന്നും വ്യത്യാസമില്ല, കഴിഞ്ഞ ഇക്വേഷനായിട്ട് അത് തന്നെ സെയിം ടേമാണ്. പ്ലസ് ഇസഡ് റൈസ് ടു minus of n by 2 plus 1 x of z plus last term plus b suffix n by 2 minus 1 z raised to minus of n by 2 minus 1 capital X of z plus z raised to minus n by 2 ലാസ്റ്റ് ടേം അത് സെയിം തന്നെ, ഇവിടെ
അതേ ടേം തന്നെ, അത് വ്യത്യാസങ്ങളൊന്നുമില്ല, അത് തന്നെ എടുത്ത് ഇവിടെ എഴുതുകയാണ്. എക്സെപ്റ്റ് ഇവിടെ ഈ എച്ചിന് പകരം ഇത് ബി ആക്കി, ബി സഫിക്സ് ഈ ഇക്വേഷൻ പ്രകാരം ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇസഡ് റൈസ് ടു മൈനസ് n/2 ക്യാപിറ്റൽ എക്സ് ഓഫ് ഇസഡ്. So mark this as equation number 13. Equation number 13. Okay, so now we can, using equation number 13, we can realize the structure of the linear phase FIR system when n is even, and this particular equation can be used to construct the block diagram. So the direct form structure of linear phase FIR system when capital N is even is constructed using the equation we have just discussed, that is equation number 13. Using equation number 13, as shown in the figure. ഇവിടെ ഇനി അടുത്ത നമുക്ക് ഇതിൻ്റെ കൺസ്ട്രക്ഷനാണ്. അപ്പോൾ കൺസ്ട്രക്ഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചിടാം. ഇനിയിപ്പോൾ ഇതിനകത്ത് പ്രശ്നമില്ല, കാരണം നിങ്ങൾ സംബന്ധിച്ച് ഓൾറെഡി ബ്ലോക്ക് ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് അറിയാം. ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഇക്വേഷനെ ഇതുവഴി നമ്മുടെ ബ്ലോക്സ് വെച്ചിട്ട്, അതായത് കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലയർ, അതുപോലെ യൂണിറ്റ് ഡിലേ എലമെൻറ്റ് ഉപയോഗിച്ച് ഈ ബ്ലോക്കുകൾ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലയർ എന്നുള്ള സ്ഥലമാണ് ഇവിടെ B0, B1, Bn-2/2, ഇത് Bn-n/2 -1. ഇതൊക്കെ നമ്മൾ യു ആർ യൂസിങ് ദി കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലയർ, ആൻഡ് ദ ഡിലേ എലമെൻറ്റ് ക്യാൻ ബി ഷോൺ ആസ് z raised to -1, z raised to -1, z raised to minus of n-2. അതെല്ലാം നമ്മൾ ഈ ഡിലേ എലമെൻറ്റ് വെച്ച് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് ഈ ബ്ലോക്ക് ഡയഗ്രാം ഈക്വേഷൻ പ്രകാരം നമുക്ക് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ കിട്ടുന്നതായിരിക്കും നമ്മുടെ ലീനിയർ ഫേസ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലീനിയർ ഫേസ് റിയലൈസേഷൻ യൂസിങ് ദി ബ്ലോക്ക് ഡയഗ്രാം നമുക്ക് വരയ്ക്കാം. അപ്പോൾ നിങ്ങളിത് പതുക്കെ ഇരുന്ന് ചെയ്ത് നോക്കുക. ഞാനിത് ജസ്റ്റ് ഇതിൻ്റെ ഫിഗർ വരച്ചിടാം. അപ്പോൾ അത് ഞാനത് എക്സ്പ്ലനേഷൻ പാർട്ടിലേക്ക് പോകുന്നില്ല, കാരണം ഇത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തൊരു ആവർത്തനമാവുന്നില്ല. നിങ്ങൾക്കത് ചെയ്യാവുന്നേ ഉള്ളൂ. ചെയ്യാനുള്ള ഐഡിയ എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ തുടക്കത്തിൽ തന്നിട്ടുണ്ട്. അത് എലമെൻറ്റ്സ് നമ്മൾ നേരത്തെ ആ പ്രോബ്ലംസ് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് കാണും. ആഡർ, കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലയർ, അതുപോലെ യൂണിറ്റ് ഡിലേ എലമെൻറ്റ്. ഇത് വെച്ച് നമുക്ക് ഏത് ഇക്വേഷനെ, ഇതുപോലെ കിട്ടുന്ന ഇക്വേഷൻസിനെ നമുക്ക് ബ്ലോക്ക് ഡയഗ്രാം യൂസ് ചെയ്ത് കൺസ്ട്രക്റ്റ് ചെയ്യാം. ഓക്കെ, സോ ഞാനത് കൺസ്ട്രക്റ്റ് ചെയ്ത് വെക്കാം. ഇവിടെ സ്ഥലം കുറവായതുകൊണ്ട് നെക്സ്റ്റ് പേജിലൊന്ന് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ വരയ്ക്കുന്നത്. So the diagram can be constructed like this. X of Z, then this is Z raised to -1 unit delay element. അമ്മ എടുത്തു വെച്ചോ, ഇപ്പോൾ വരും 5 മിനിറ്റ്. Then again z raised to -1,
So similarly you can continue this. So x of z, we have input is x of z, capital X of z. The output will be z raised to minus 1 x of z. So output at this point. Then next one we have z raised to minus 1, z raised to minus 1 becomes z raised to minus 2. So z raised to minus 2 x of z, z raised to minus 2 capital X of z, etc etc. Then second last term z raised to minus of n by 2 minus 2 capital X of z. That goes to final term, that is final unit delay element എന്ന് പറയുന്നത് z raised to minus 1. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് ഇറ്റ് ഈസ് മൈനസ് ഓഫ് ലാസ്റ്റ് ടേം n by 2 minus 1 എന്നായിരിക്കും. n by 2 minus 1 capital X of z. ഇതൊക്കെ സമ്മിങ് പോയിന്റിലേക്ക് പോകണം. So here you can also, here we have a summing point. Then this again goes to delay, another delay, z raised to minus 1. Okay. ഇനി ഫർദർ ഇവിടെ ഇക്വേഷൻ അനുസരിച്ച് ഡിലേ എന്ന് പറയുന്ന ഈ പാർട്ടിൽ ഇവിടെ കാണാം ഈ ഡിലേസ്. വീണ്ടും ഇവിടെ ഫർദർ ഡിലേസ് ഉണ്ട്. അപ്പോൾ അത് അനുസരിച്ച് ഇവിടെ ഫിഗറിൽ വീണ്ടും z raised to minus 1 പ്ലോട്ട് ചെയ്യുന്നു. സെക്കൻഡ് പാർട്ടിലുള്ള so here this becomes z raised to minus n by 2 capital X of z. Z raised to minus n by 2 capital X of z. Then this goes to the summing point. വീണ്ടും ഇവിടുന്ന് z raised to minus 1 അടുത്ത ബ്ലോക്ക്, അടുത്ത യൂണിറ്റ് ഡിലേ എലമെൻറ്റ് ഇവിടെ നേരെ ഇങ്ങോട്ട് പോയി വീണ്ടും ഇവിടെ ഒരു സമ്മിങ് പോയിന്റിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്ത ടേം വരുന്നത് ഇവിടെ ദറ്റ് ഈസ് മൈനസ് n by 2 plus 1 z raised to minus n by 2 plus 1 capital X of z. Then ഇവിടെ അത് will be z raised to minus of n minus 3 capital X of z. Then further ഇങ്ങോട്ട് വന്ന് that is z raised to minus 1 ഇങ്ങോട്ടേക്ക്. So
ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നത് ഇവിടെ കിട്ടുന്നത് z raised to n minus 2 z raised to minus of n minus 2 capital X of z then ഇവിടുന്ന് വീണ്ടും അടുത്ത ഡിലേ എലമെൻറ്റ് z raised to minus 1 ഇവിടുന്ന് നേരെ ഇങ്ങോട്ടേക്ക് സമ്മിങ് പോയിൻറ്റിലേക്ക്. സോ ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് z raised to മൈനസ് ഓഫ് ക്യാപിറ്റൽ N മൈനസ് 1 ക്യാപിറ്റൽ X ഓഫ് z. ദെൻ ഇനി ഓരോ ഔട്ട്പുട്ട് ഇവിടെ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലയർ നമുക്ക് ഓരോ സമ്മിങ് പോയിൻറ്റിൽ നിന്നും എടുക്കാം. എന്നിട്ട് ഇവിടെ റെപ്രസെൻ്റ് ചെയ്യാം. ഇവിടെ ഒരു സമ്മിങ് പോയിൻ്റ് ഉണ്ട്. ഇവിടെ B0 then B1 then this is B2 this is Bm minus 1. Bm minus 1 then this is Bm. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ടുകൾ നമുക്ക് ആഡ് ചെയ്യണം വീണ്ടും. ഇവിടെ ഒരു സമ്മിങ് ജംഗ്ഷൻ, ഇവിടെ ഇതിൻ്റെ ഔട്ട്പുട്ട് വീണ്ടും അടുത്ത സമ്മിങ് ജംഗ്ഷൻ, ഇതിൻ്റെ ഔട്ട്പുട്ട് വീണ്ടും അടുത്ത സമ്മിങ് ജംഗ്ഷൻ, ഇതിൻ്റെ ഔട്ട്പുട്ട് വീണ്ടും അടുത്ത സമ്മിങ് ജംഗ്ഷൻ, ഇവിടെ എക്സെട്ര ആണ്. കാരണം ഇതിൻ്റെ ഇടയിൽ ബ്ലോക്ക് ഉണ്ട്. ഈ എക്സെട്ര ഇട്ടിരിക്കുന്ന അതിൻ്റെ ഇടയ്ക്കൊക്കെ ബ്ലോക്ക് ഉണ്ട്. നമ്മൾ എൻ്റയർ ബ്ലോക്ക്സ് നമുക്കിവിടെ വരയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഇതിൻ്റെ ഇടയിലുള്ള ടേംസ് കാണിക്കാനാണ് ഇവിടെ ഡോട്ടഡ് ലൈൻസ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ അടുത്തത് ഈ സമ്മിങ് ബ്ലോക്ക് ഇങ്ങോട്ടേക്ക്. ഓക്കെ, ഇപ്പോൾ ഇത് ആഡ് ചെയ്ത് കണ്ടിന്യൂസ്ലി ഇത് ക്യുമുലേറ്റീവായിട്ട് ആഡ് ചെയ്യുകയാണ്. ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്ത് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്ത് ഫൈനൽ ഔട്ട്പുട്ടാണ് നമുക്കിവിടെ കിട്ടുക. ഫൈനൽ ഔട്ട്പുട്ട് ഇവിടെ കിട്ടുന്നത് ക്യാപിറ്റൽ Y ഓഫ് Z ആണ്. സോ X ഓഫ് Z നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, സിസ്റ്റം ഈ കാണുന്നതാണ്, സിസ്റ്റത്തിലൂടെ പാസ് ചെയ്ത് നേരെ ഔട്ട്പുട്ട് ഇവിടെ കിട്ടുന്നു Y ഓഫ് Z, ക്യാപിറ്റൽ Y ഓഫ് Z. സോ ദിസ് കംപ്ലീറ്റ്സ് ദിസ് പാർട്ട് ഓഫ് ദി വീഡിയോ സെക്ഷൻ ലെക്ചർ. ഔട്ട്പുട്ട് ഞാൻ ഒന്നുകൂടെ ഇവിടെ കാണിച്ചിട്ട് Y0, Y1, Y2, n/2 minus 1, then y n/2 minus 2 ആണ്, സെക്കൻഡ് ലാസ്റ്റ് ടേം ആണ്, n/2 minus 2, then y n/2 minus 1. So this completes this part of the lecture. We'll meet in the next session. അപ്പോൾ അടുത്ത സെഷൻ ഞാൻ നാളെ സാധിക്കുമെങ്കിൽ നാളെ അപ്ലോഡ് ചെയ്യും, ഇല്ലെങ്കിൽ നാളെ തന്നെ ചെയ്യും, ഇല്ലെങ്കിൽ അത് തിങ്കളാഴ്ചത്തേക്ക് മാറും. അതനുസരിച്ച് ചിലപ്പോൾ ഡേറ്റ് ഞാൻ തിങ്കളാഴ്ച എന്തോ ഒരു അനൗൺസ്മെൻറ്റ് ഇട്ടിട്ടുണ്ട്, അത് ഞാനൊന്ന് കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോസ്റ്റ്പോൺ ചെയ്യും. ഇപ്പോൾ ഇനി തീർക്കേണ്ട കുറച്ച് ടോപ്പിക് കൂടെ ആയിരുന്നു, ടോപ്പിക് കൂടെ ഉള്ളൂ, അത് ഡിസ്കസ് ചെയ്യാൻ നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം, നമ്മുടെ ക്ലാസ് തീർക്കാം. അപ്പോൾ ഇതിനിടയിൽ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ
നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതാനുണ്ട്. അത് നിങ്ങൾ പ്രീവിയസ്ലി നോളജ് ഉള്ള, കാരണം മാത്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നെറ്റ്വർക്ക് തിയറി പഠിച്ചിട്ടുണ്ട്, അതുപോലെ വീണ്ടും കൺട്രോൾ സിസ്റ്റത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് റിപ്പീറ്റേഷൻ ആവും. അത് നിങ്ങൾക്കത് സ്വന്തമായിട്ടത് പഠിക്കാൻ കഴിയും. കാരണം നിങ്ങളുടെ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് നോട്ടോ ടെക്സ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് പഠിച്ചാൽ മതി. അതിൻ്റെ ഒരു അസൈൻമെൻറ്റ് നിങ്ങളത് സബ്മിറ്റ് ചെയ്യണം. അത് നിങ്ങൾ ക്ലാസ് നോട്ടിൽ എഴുതാമെന്നെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ A4 ഷീറ്റിലായിട്ട് എഴുതിയിട്ട് നിങ്ങളെ പ്രസൻറ്റേഷൻ ഞാൻ വെക്കുന്ന സമയത്ത് എന്നെ പ്രസൻറ്റ് ചെയ്ത് കാണിക്കണം. അതായിരിക്കും നിങ്ങളുടെ വൺ ഓഫ് ദി അസൈൻമെൻറ്റ്സ്. പിന്നെ തുടക്കത്തിലൊരു അസൈൻമെൻറ്റ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ആപ്ലിക്കേഷൻസ് ഓഫ് DSP എന്ന് പറഞ്ഞിട്ടുള്ള. അത് നിങ്ങൾ ക്ലാസ് പേപ്പറിലായിട്ട് A4 ഷീറ്റിലായിട്ട് തരിക, കാണിക്കുക, പ്രസൻറ്റ് ചെയ്യുക. പിന്നെ ക്ലാസ് നോട്ട് കംപ്ലീറ്റ് ആയിട്ട് അപ്ഡേറ്റഡ് ആയിരിക്കണം, എല്ലാം എഴുതി തീർക്കുക. ഇതിലുള്ള എല്ലാ ക്ലാസ്സിൻ്റെയും ക്ലാസ് നോട്ട് കംപ്ലീറ്റ് ആക്കുക, ഇവാലുവേഷന് വേണ്ടി റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ ക്ലാസ് നോട്ട് ഇവാലുവേഷൻ ഞാൻ സ്വല്പം കൂടെ മുന്നോട്ട് പോസ്റ്റ്പോൺ ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ അപ് ടു ഡേറ്റ് ആക്കി വയ്ക്കുക. നാളെ നിങ്ങൾക്ക് സമയം കിട്ടും, സൺഡേ ഒക്കെ സമയം കിട്ടും. ക്ലാസ്സുകളെല്ലാം മിസ്സാകാതെ കാണുക, ക്ലാസ് നോട്ട് അപ്ഡേറ്റ് ചെയ്യുക, റെഡിയാക്കി വയ്ക്കുക. So thanks for watching the session.